ഇൻഡസ്ട്രിയിലെ സിനിമ കണ്ടിട്ട് എനിക്ക് അത്ര വലിയ ഒരു മോറലോ ഗുണപാഠമോ ഒന്നും കിട്ടുന്നതായിട്ട് മനസ്സിലായില്ല. പക്ഷെ ആളുകൾ അതിനകത്ത് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകളുടെ തലം മാറി എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ സിറ്റിസൺ ജേർണലിസം നിൽക്കാനായിട്ട്. ആളുകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ അടുത്ത നിമിഷം നമുക്ക് കൊടുക്കാൻ സാധിക്കണം. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്ന കാര്യത്തിന്റെ നിയമപ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ലാഭത്തെക്കാൾ ഉപരി കൂടുതൽ നിയമക്കുരുക്കളിലേക്ക് പോകുന്ന സാധ്യതയുണ്ടാവും. അവിടെ നമുക്കുണ്ടാകുന്ന നിങ്ങൾക്കെല്ലാം കിട്ടുന്ന ഭാഗ്യം ഇങ്ങനെ സംഘടനാ സംവിധാനം ഉണ്ടായി വരുന്നതാണ്. കാരണം ഒറ്റയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസിന് പോയാൽ നിങ്ങൾക്ക് മുതലാവില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങളൊരു സംഘടനാ സംവിധാനം വരുമ്പോൾ ഉറപ്പായും അത്തരം രീതിയിലുള്ള രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് വിധേയപ്പെടാതെ പോകാൻ സാധിക്കും. എന്നാൽ അത് നയപരമായി ഒപ്പം തന്നെ അത് ശരിയായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയും വേണം. ഇതെല്ലാ സ്ഥലത്തും ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് ആശംസകൾ. തുടക്കമാകട്ടെ അങ്കമാലിയിൽ നിന്ന്. അങ്കമാലിയിൽ നിന്ന് പണ്ട് വിമോചന സമരം തുടങ്ങിയ പോലെ ഇവിടെ ഒരു സിറ്റിസൺ ജേർണലിസത്തിന്റെ ഒരു സമരം, ഒരു വിമോചന സമരം, പുതിയ ജേർണലിസത്തിന്റെ സമരം തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് കേരളത്തിൽ നല്ലൊരു കാറ്റായി മാറി ഇവിടെ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ, നമുക്കൊരു നമ്മുടെ നാടിനുണ്ടാകുന്ന നന്മകൾക്ക് ഒരു തുടക്കം കുറിക്കാൻ അതിനുള്ള ഒരു ചാലശക്തിയായി ഈ മീഡിയ സംവിധാനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇവിടെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ചേർന്ന് ആദ്യം തന്നെ ഇതിനകത്ത് അവാർഡുകൾ കൊടുക്കുന്നു, ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ശരിയായ ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ്. അത് നല്ല രീതിയിൽ കൊണ്ടുപോയി തന്നെ ആളുകളിലേക്ക് നിങ്ങളുടെ ഈ സംഘടനാ സംവിധാനത്തെ അറിയിക്കുകയും നിങ്ങളിൽ ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയിക്കുകയും ഒപ്പം തന്നെ ഇത്തരം ചെറിയ ചെറിയ ന്യൂസുകൾ പുറത്തു വരുമ്പോൾ അത് കൃത്യമായി സോഷ്യൽ മീഡിയകളിലൂടെ വാട്സപ്പാണെന്ന് കൂടുതൽ വരുന്നത്. അപ്പോൾ വാട്സപ്പിലൂടെ ആളുകളിലേക്ക് നേരിട്ടെത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായും നിങ്ങളുടെ വാല്യൂ കൂടും. അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി എക്സിറ്റിംഗ് പോലെ തരുന്നുണ്ടല്ലേ നമ്മുടെ ആദരവ് ചെയർമാനും അതുപോലെ മുൻ ചെയർമാനും കൗൺസിലേഴ്സ് ഇപ്പോൾ ഒന്ന് രണ്ട് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയില്ല, എന്തായാലും നമ്മുടെ ആദരവ് എക്സിറ്റ് ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരിക്കൽ കൂടി പറയുന്നത്, പൊതുമരാമത്ത് വിഭാഗം അങ്കമാലി നഗരസഭ ആ വിഭാഗമാണ് കഴിഞ്ഞ ടൈമിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ച. എന്ന് കരുതി മറ്റുള്ളവർ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. എല്ലാവരുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് ജില്ലാതലത്തിലൊക്കെ മികവ് പുലർത്താൻ പറ്റിയത്. അപ്പോൾ ഞാൻ അവർക്ക് ഈ ആദരവ് നൽകുന്നതിന് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറും പ്രമുഖ സാഹിത്യകാരനുമായ ഡോക്ടർ സുരേഷ് മുക്കനും അവരുടെ ക്ഷണിക്കും. അദ്ദേഹം 2 വാക്ക് സംസാരിക്കും. എല്ലാവരും കിട്ടാൻ News Club Angamali President Srimati Ajita Jaisho, Secretary Sanjay Naik, Advocate Avnish Koikara, Sri Wilfred and Dr. Suresh Muthu. ഇവിടെ എത്തിച്ചേർന്നതിന് എല്ലാവർക്കും നമസ്കാരം. നേരത്തെ സാവിച്ചേട്ടൻ പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു, അന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു. പക്ഷേ 4 മണിയോടെ 5 മണിയോടെയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ബിസിനസ് ചെയ്യുന്ന അതിൻ്റെ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു മീറ്റിംഗ്, ന്യൂ ഇഷ്യൂസ് വരുന്ന ഡേറ്റ് ആയിരുന്നു. അതുകൊണ്ട് 5 മണിക്ക് ഇവിടെ കിട്ടാൽ 6 മണിയൊന്നും എറണാകുളം എത്താൻ പറ്റില്ല എന്ന് എല്ലാവരും അറിയാം. അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ ആ പരിപാടി ഇന്നത്തെ പോത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരോടും ഞാൻ സോറി പറയുന്നു. അതേപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ന്യൂസ് എടുക്കാൻ അവിടെ വരും, നിങ്ങൾ അത് ഞങ്ങൾക്ക് പ്രസിദ്ധീകരണം തരാം എന്നാണ് അജിത മാഡം പറഞ്ഞത്.
ഒരു കണക്കിന് നിങ്ങളൊക്കെ തന്നെയാണ് ന്യൂസ് മേക്കേഴ്സ്. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സോഷ്യൽ വർക്കുമായിട്ട് നടക്കുന്ന പൊളിറ്റിക്സിൽ അല്ലാണ്ട് എല്ലാ ബിസിനസ് മേഖലയിലും എല്ലാവരും ചെയ്യുന്ന ഓരോ പരിപാടികളും നിങ്ങൾ അതിനെ വിലയിരുത്തി അതിൻ്റെ ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നു. അതേപോലെ തന്നെ ന്യൂസ് ക്ലബ് അങ്കമാലി ഇപ്പോൾ പുതിയതായിട്ടൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാലും അത് നല്ല രീതിയിൽ പോകുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ സാജു എന്നെ പറഞ്ഞ വണ്ണം അങ്കമാലി നഗരസഭയിൽ പൊതുമരാമത്തിലാണ് ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായിരിക്കുന്നത്. അതൊരു പരിധി വരെ ശരിയാണ്. ഇനി 2-3 പ്രോജക്റ്റുകൾ നടക്കാനുള്ളത്. ഒന്ന് ക്രിമിറ്റോറിയം, ഒന്ന് ഇന്ന് നമുക്ക് ഉദ്ഘാടനം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഹെൽത്ത് ക്ലബ്, ഹെൽത്ത് പാർക്ക്, പിന്നെ ഒരു ഓപ്പൺ സ്റ്റേഡിയം. അത് നമ്മുടെ MLA റോജി M. ജോണിന്റെ പ്രോജക്റ്റ് ആയിരുന്നു. വികസന ഫണ്ടിൽ നിന്ന് 42 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. അതേപോലെ തന്നെ ഇനിയും പദ്ധതികൾ വരുന്നു. അടുത്തത് തന്നെ ക്രിമിറ്റോറിയം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനവും ഉടനെ ഉണ്ടാവും. പിന്നെ നമ്മുടെ എയർപോർട്ടിൽ അവിടെ തന്നെ ഒരു ഓപ്പൺ പാർക്കും അതിൻ്റെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒത്തിരി വികസനങ്ങൾ എന്താ പറയുക, കുറച്ച് നാളത്തേക്ക് അതിൻ്റെ ബാക്കിലായിരുന്നത് കൊണ്ടും ഇപ്പോൾ നമ്മുടെ പുതിയ ചെയർമാൻമാർ മാറി വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ചെയർമാൻ എന്നുള്ള അഡ്വക്കേറ്റ് ഷിയോപോൾ 24/7 എന്ന് പറഞ്ഞ വണ്ണം തന്നെ പുള്ളി ഏതൊക്കെ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട് നടപ്പിലാക്കാൻ സാധിക്കാണ്ടിരിക്കുന്നു ആ പ്രോജക്റ്റുകളൊക്കെ എന്താ പറയുക ഒരു സ്റ്റോപ്പില്ലാണ്ട് എന്നുവെച്ചാൽ ഞങ്ങളുടെ കാലാവധി കഴിയാനായി. കാലാവധിക്ക് മുമ്പ് തന്നെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും തുടങ്ങി കുറിച്ചിരിക്കുന്ന പരിപാടികൾ മൊത്തം അത് നടപ്പിലാക്കണം എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് അഡ്വക്കേറ്റ് ഷിയോപോൾ മുന്നിലേക്ക് പോകുന്നത്. ഷിയോപോളിന്റെ കൂടെ തന്നെ കൗൺസിൽ അംഗങ്ങൾ ഒന്നടങ്കം അവിടെ കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാവരും ഒന്ന് ചേർന്ന് നമുക്കിത് നടത്തിയേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൽ പോകുന്നത് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതിലേക്ക് ആദരവിന് എത്താനായിട്ട് വന്നു. നേരത്തെ പോണ്ടി വന്നു. ഇപ്പൊ ഞാനത് സ്വീകരിച്ചു. നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ എല്ലാവരുടെ അനുവാദത്തോടെ ഞാനൊന്ന് പൊക്കോട്ടെ. രാവിലെ തന്നെ ഓർത്തോണ്ട് വീട്ടിലില്ല, നമുക്ക് കേൾക്കണം. ഓക്കെ, താങ്ക് യു. സ്പന്ദനം എനിക്ക് സമ്മാനിച്ചതാണോ? സ്പന്ദനം വളരെയധികം സന്തോഷമുണ്ട്. സെപ്റ്റംബർ 13-ാം തീയതി രുക്മിണി ഓഡിറ്റോറിയത്തിൽ വളരെ ഗംഭീരമായിട്ടാണ് അങ്കമാലി ന്യൂസ് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നത്. ധാരാളം വ്യക്തികളെ, അതും പ്രഗത്ഭരായ വ്യക്തികളെ വിളിച്ച് ആദരിച്ചു. അന്ന് എത്താൻ കഴിയാത്തവർക്ക് ഇന്ന് നമ്മളിവിടെ അവാർഡ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യത്യസ്തരായ, ഇപ്പൊ മനുഷ്യർ എന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്തരായ കഴിവുകളുള്ള ആളുകളാണ്. ഇവരെ കണ്ടെത്താൻ ഒരു പത്രപ്രവർത്തകൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. ഞാനത് എപ്പോഴും പറയണതാണ്. കാരണം എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം ആദരവ് തോന്നാൻ കാരണം അതാണ്. മറ്റു മേഖലയിലുള്ള ആളുകളൊക്കെയാണ് അങ്ങനെ ചെയ്യാറ്. പക്ഷേ പത്രപ്രവർത്തകർ എപ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകളായിട്ട് മാറുമ്പോൾ ഇവിടെ സാജുവിനായി വളരെ വ്യത്യസ്തനായ ഒരു പത്രപ്രവർത്തകനാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പല വിധത്തിൽ കഴിവുള്ള ആളുകളെ കാണാൻ ഒരുമിച്ച് കാണാൻ. ഇപ്പൊ സാജു ചാക്കോനെ അറിയാമെങ്കിലും അദ്ദേഹം ഏത് മേഖലയിലാണ് പ്രത്യേകമായിട്ട് നിൽക്കുന്നത് പല വ്യക്തികളെയും. അതുപോലെ ഇപ്പൊ അഡ്വക്കേറ്റിന്റെ പ്രസംഗം കേട്ടു, വളരെ മനോഹരമായിട്ടുള്ള സംഭാഷണമാണ്. അപ്പൊ പലതരത്തില് ഈ സമൂഹത്തില് നിശബ്ദമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ അവരൊക്കെ തന്നെ പ്രഗത്ഭരായ വ്യക്തികളാണെന്ന് കണ്ടെത്താനുള്ള ഒരു ഉൾക്കാഴ്ച സാജുവനായിട്ടുണ്ട്. അവരെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഒരു ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. ഏതൊരു പുതിയ സംരംഭം സാജുവനായി തുടങ്ങുമ്പോഴും അതിനോടൊപ്പം തന്നെ സമൂഹത്തിലെ പ്രഗത്ഭരായ ആദരിക്കുന്ന ഒരു രീതി തന്നെ വന്നിട്ടുണ്ട്. അതിനി ചിലപ്പോൾ സമൂഹത്തിൽ മുഴുവനും വ്യാപിക്കാനും സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് വേണം, പ്രഗത്ഭരായ വ്യക്തികളെ, നിശബ്ദരായിട്ട് സേവനം ചെയ്യുന്ന ആളുകളെ. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, വാർഡന്മാരെ ആദരിച്ചു പറഞ്ഞു, അതുപോലെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരെ, അതുപോലെ ഹരിത കർമ്മസേന. സത്യം പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. ഹരിത കർമ്മസേന ആളുകളെയൊക്കെ നമ്മൾ വളരെ അകറ്റി നിർത്തിയതാണ്. പക്ഷെ അവരുടെ വളരെ ആത്മാർത്ഥതയോടുള്ള അർപ്പണ മനോഭാവത്തിലുള്ള പ്രവർത്തനം കൊണ്ട് കേരളം
മാലിന്യമുക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലും ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ ആദരിക്കണം. അതേസമയത്ത് വലിയ വലിയ ആളുകളൊന്നും ആദരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവരല്ലാതെ തന്നെ ആദരം നേടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ആരാലും ആദരിക്കപ്പെടാത്ത വ്യക്തികളെ ആദരിക്കുമ്പോഴാണ് അവരുടെ ഉള്ളില് വളരെയധികം സന്തോഷം ഉണ്ടാവുന്നത്. അവരൊരു മനുഷ്യനാണ്, ഈ ഭാരതത്തിലൊരു പൗരനാണെന്നുള്ളൊരു ബോധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവരെ ആദരിക്കണം. അങ്ങനെയുള്ള നിരന്തരമായിട്ട്, ഞാൻ അധികം സംസാരിക്കണില്ല, 13-ാം തീയതി ഗംഭീരമായിരുന്ന പരിപാടി. ഇന്ന് പക്ഷേ അതിൻ്റെ ഒരു തുടർ പരിപാടി ആസൂത്രണം ചെയ്തു. കാരണം അന്ന് നമുക്ക് പരിചയപ്പെടാനും സമയമില്ല. അത് ഔപചാരികമായിട്ടുള്ള ഒരു വേദിയായിരുന്നു. ഇത് കുറച്ചും കൂടി അനൗപചാരികമായിട്ടുള്ള, പക്ഷെ അവിടെയും അദ്ദേഹം അനൗപചാരികമായി തുടക്കത്തിൽ കുറെ ആളുകളെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ചിരുന്നു. കാരണം ഔപചാരികതയല്ല വേണ്ടത്, അനൗപചാരികമായിട്ട് എല്ലാവരും ഊഷ്മളമായ സ്നേഹബന്ധം, ഒരു സൗഹൃദം ഉണ്ടാവുക. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ മാത്രമാണ് സമാധാനത്തോടെയും അതുപോലെ ആനന്ദത്തോടെയും ജീവിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു വേദി ഈ അങ്കമാലി ന്യൂസ് ക്ലബ്ബ് ഒരുക്കുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് മറ്റെല്ലാ ക്ലബ്ബുകാർക്കും മറ്റെല്ലാ പ്രസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ നടക്കട്ടെ, ചില വ്യക്തികളൊക്കെ അങ്ങനെ ആളുകളെ ആദരിക്കാൻ ചടങ്ങ്. ഇപ്പൊ നമ്മള് സാജുവനായി നമ്മൾ ആദരിക്കാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. വിഭജികയുടെ സാഹിത്യ പരിപാടി നടക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങളെ ക്ഷണിക്കാട്ടോ. ഒക്ടോബർ 1-ാം തീയതി അതും രുക്മിണി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. അത് നമ്മളുടെ ചെറുകഥാകൃത്ത് മരിച്ചുപോയ കടാതി ഷാജിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അവാർഡാണ്. ആ പരിപാടിയിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ ഊർജ്ജം ഉൾക്കൊണ്ടിട്ടാണ് ആ പരിപാടിയിൽ നമ്മൾ സാജീവനായെ ആദരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും ആ പരിപാടിയിൽ ഒക്ടോബർ 1-ന്റെ പരിപാടിയിൽ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓടിയും കൂട്ടിക്കോളൂ. ഹലോ ഹലോ അപ്പൊ എല്ലാവരും നമ്മുടെ പരിപാടിയെ പൊതുവായിട്ടൊന്ന് വിലയിരുത്തി സംസാരിക്കുന്നതിന് പ്രാസംഗികനും സാഹിത്യ സാംസ്കാരിക രംഗത്ത് നിർഘടവുമായ ശ്രീ എച്ച് വിൽഫ്രഡിനെ ക്ഷണിക്കുന്നു. ചോദിച്ചെന്നിങ്ങനെ എന്നോടൊക്കെ ചോദിച്ചു. അപ്പൊ അതിന്റെ ഒരു വെയിറ്റിംഗ് കവർ വേണമല്ലേ മാഡം? ഈ കവർ എന്തിനാ മാഡം? മാഡം പുറത്തേക്ക് ഫോൺ ഇത് വെയിറ്റിംഗ് വീണ്ടും പോയോ? Hello. Hello. Okay, thank you. ന്യൂസ് ക്ലബ് അങ്കമാലി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സൗഹൃദ സായാഹ്നത്തിൽ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ക്ലബ് പ്രസിഡന്റ് ശ്രീമതി അജിത ജയ്ഷോർ, ആമുഖ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അവനീഷ് ഗോയ്ക്കര, പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനും അതിലെല്ലാം ഉപരി പ്രമുഖ കവി കൂടിയായ പ്രിയപ്പെട്ട ഡോക്ടർ സുരേഷ് മൂക്കന്നൂർ, പ്രിയ തോമസ് ചേട്ടൻ, അങ്കമാലിയിൽ ഒരു സ്നേഹധാര ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സാജു ചാക്കോവറിൽ, സാജു ചേട്ടൻ, പത്രപ്രവർത്തകർ പ്രിയപ്പെട്ട കെ പി ഗോവിന്ദൻ അവറിൽ, ന്യൂസ് ക്ലബ് അങ്കമാലിയുടെ ജീവാത്മാവും പരമാത്മാവുമായ ശ്രീ സാജു ഏനായി, അദ്ദേഹത്തിന് ഇതിനെല്ലാം വലിയ പിൻബലം നൽകി ഇതെല്ലാം സഹിക്കുന്ന പ്രചോദനം നൽകുന്ന പ്രിയപ്പെട്ട സഹധർമ്മിണി, അവരെ പ്രത്യേകം അഭിനന്ദിക്കണം. കാരണം സാജുവിന് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്
ഉണ്ട് അതുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും അത് മറന്നു പോകുമ്പോ ബാക്ക്ബോർഡ് നമ്മൾ ഓർക്കുന്നു. അവരെല്ലാവരെയും ശ്രീ രാജീവ് വർമ്മ എല്ലാവരെയും ഈ സുന്ദര സായാഹ്നത്തിൽ ഞാൻ സ്നേഹാഭിവാദ്യം ചെയ്യുകയാണ്. 2025 രാജീവ് കാപ്പി കൊടുത്തേച്ച് അവിടെ ഇരിക്കും. നമ്മള് ഇതിനിടയിൽ തന്നെ ശ്രദ്ധ തിരിഞ്ഞു പോയാല് എന്റെ ഒരു ടെമ്പവും അല്ലെ, നമ്മളെല്ലാവരും വന്നിരിക്കുന്ന പരസ്പരം അങ്ങനെ ഷെയർ ചെയ്യാനോടാണല്ലോ. ഓക്കെ, താങ്ക് യു. 2025 മെയ് മാസം 5-ാം തീയതിയാണ് ന്യൂസ് ക്ലബ് അങ്കമാലി കറുകുറ്റി എസ്തപ്പാൻ പാട്ട്പെട്ടിയുടെ ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പൊ സ്വാഭാവികമായും നമുക്കൊരു ചോദ്യമുണ്ട്, അങ്കമാലിയിൽ ഒരു ചോദ്യമുണ്ട്. അങ്കമാലിയിൽ അങ്ങനെ ഒരു ന്യൂസ് ക്ലബ്ബ് ഇങ്ങനെ വേണോ, ഒരു ബദൽ സംവിധാനമല്ലേ, അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ അന്ന് തോന്നി. അന്ന് ആ ഉദ്ഘാടന യോഗത്തിൽ സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്താനുള്ള അവസരവും എനിക്കുണ്ടായി. അന്നാണ് ഞാൻ ശ്രീമതി അജിത ജയ്ഷോറിനെ പരിചയപ്പെടുന്നതും നല്ല മിണ്ടുമിടുക്കന്മാരായ യുവാക്കന്മാരായ മാധ്യമപ്രവർത്തകരെ പരിചയപ്പെടാനും ഇടയായി. ഞാൻ ഇത് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സെപ്റ്റംബർ 13-ാം തീയതി ആയപ്പോൾ അങ്കമാലി പട്ടണത്തിൽ ന്യൂസ് ക്ലബ് അങ്കമാലിക്ക് അഭിമാനപൂർവ്വം പ്രവർത്തിക്കുവാൻ ഒരു ഓഫീസ് ഉണ്ടായി എന്നുള്ളത് വളരെയേറെ ആഹ്ലാദകരവും അഭിമാനകരവുമാണ്. അതിന് ശ്രീ സാജുവിനോടൊപ്പമുള്ള പ്രവർത്തകരെ ശ്രീമതി അനിത ജയ്ഷോറിനെയൊക്കെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. 3-4 കാരണം കൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നതിന് 4 കാരണമുണ്ട്. നിങ്ങൾ വന്നിരിക്കുന്നതിൽ അതിൽ 1-2 കാരണം ഉണ്ടാകും. ഒന്ന്, ഈ സാജുവിനായി നമുക്കൊരു ബാധ്യതയായി തീർന്നിരിക്കുക, വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റത്തില്ല. ആത്മാർത്ഥത കൊണ്ടും വിശ്വസ്തത കൊണ്ടും ഈ സമൂഹത്തിന്റെ ഉപ്പായി മാറി പ്രവർത്തിക്കുന്നത് കൊണ്ടും. കാരമുള്ള ഉപ്പാ കേട്ടോ, ഉപ്പ് കാരമില്ലാതായാൽ എന്തിനു പ്രയോജനമെന്നാണ് ബൈബിൾ വാക്യം. അപ്പോ കാരമുള്ള ഉപ്പായി ഈ സമൂഹത്തിന്റെ ഉപ്പായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഈ സാജു വിളിച്ചാൽ വന്നേ പറ്റും. 1. 2, ഇത് എവിടെ കൂടുന്നതെന്ന് ചോദിച്ചാൽ വേറൊരു സാജുവാണ്. പറഞ്ഞ പോലെ യുവതാരയായി സ്നേഹധാരയായി എല്ലാ നിലയിലും വരാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വരുന്നതിന്റെ 3-ാമത്തെ കാരണങ്ങളിൽ ഒന്ന്, ഞാനൊരു മാധ്യമപ്രവർത്തകനാണ്. അടിസ്ഥാനം മാധ്യമപ്രവർത്തനത്തിലൂടെ ജീവിതം ആരംഭിച്ചാണ്. ഇപ്പോഴും ഞാൻ ആ മാധ്യമപ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്നു. ഈ മാസം 29-30 തീയതിയിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് എൻ്റെ യൂട്യൂബ് ചാനലിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ലോഞ്ച് ചെയ്യും. ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അതാദ്യം തന്നെ ഒരു വലിയൊരു സാമൂഹ്യ വിപത്തിനെതിരെയുള്ള ഒരു ഷോർട്ട് ഫിലിം ലോഞ്ച് ചെയ്തുകൊണ്ടാണ്. അത് പ്രതിപക്ഷ നേതാവാണ് ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ പേര് ഹോപ്സ് എന്നാണ്. അത് രാസലഹരിക്കെതിരെയുള്ള, വലിയ പണം മുടക്കി ഞാൻ നിർമ്മിച്ചിട്ടുള്ള രാസലഹരിക്കുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അത് ലോഞ്ച് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രവർത്തനം ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പം മീഡിയ രംഗത്ത് ഇപ്പോഴും സജീവമായി നിൽക്കാൻ 3.5 പതിറ്റാണ്ട് കഴിഞ്ഞു. ഞാൻ ആ മീഡിയ രംഗത്ത് വന്നിട്ട് 85-ൽ തിരുവനന്തപുരത്ത് കേരള പത്രിക പത്രത്തിൽ സബ് എഡിറ്റർ ട്രെയിനി ആയിട്ട് ജീവിതം ആരംഭിച്ച ഒരാളാണ് ഞാൻ. 35 വർഷമായിട്ട് ഇപ്പോൾ അങ്കമാലിയിലും വന്ന് ജീവിക്കാൻ ഇടയായി. അപ്പൊ ഞാൻ പറഞ്ഞ 3-ാമത്തെ കാരണം അതാണ്. ഇനി 4-ാമത്തെ കാരണമുണ്ട്. ഇവിടെ ഇരിക്കുന്ന അവനീഷ് കോയിക്കരയും എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ശ്രീ സുരേഷ് മൂക്കന്നൂരിനെ ഏതാണ്ട് 90 കാലഘട്ടത്തിൽ, എൻ്റെ മൂത്ത മകനിപ്പോൾ 33 വയസ്സുണ്ട്, അവനെ കുഞ്ഞായിരുന്നപ്പോൾ എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഓമനിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ സുരേഷ് മൂക്കൻ. അത്രയേറെ ആത്മബന്ധം ഞങ്ങളൊക്കെ തമ്മിലുണ്ട്. അക്കാലത്ത് അതേ ആത്മബന്ധം പുലർത്തിയ ഒരാളാണ്. ഇതൊരു സൗഹൃദ സദസ്സായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ, ഹൃദയം തുറന്ന് പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഔപചാരികതകൾ മാറ്റിവെച്ചു. അക്കാലത്ത് സാജുവിനായി നല്ല യുവാവായി രംഗത്തേക്ക് കടന്നു വരുന്ന സമയത്താണ് ഞാനും സാജുവും തമ്മിൽ പരിചയമാകുന്നത്. നിങ്ങൾക്ക് ഊഹിക്കാം, 34-35 വർഷം. അന്ന് ഏതാണ്ട് പ്രൈംനസീർ സ്റ്റൈലാണ് ഈ തോമസ് ചേട്ടൻ അങ്കമാലിയിൽ തിളങ്ങി നിൽക്കുന്നത്. PA തോമസ് എന്നൊക്കെ പറയുന്നത് താരമായിരുന്നു. പിന്നെ അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻമാരെ അതും കാണാനുള്ള ഭാഗ്യവും അവസരവും ഒക്കെ നമുക്കുണ്ട്. ഞാനിത് പറഞ്ഞ ഈ കൂട്ടായ്മകളിൽ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക. അതൊരു മാധ്യമ പ്രവർത്തകനാകുമ്പോൾ അതിന്റെ കരുത്ത് മറ്റൊന്ന്. മാത്രവുമല്ല, ക്ഷീരമുള്ളവർ അഗ്നിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ആ വരികൾ കേരളീയന്റെ എല്ലാ മലയാളിക്കും അറിയാവുന്നതാണ്.
ഇന്നിപ്പോ ഇവരുടെ പ്രവർത്തനത്തെ, ഇവരുടെ ഈ സംഗമത്തെ, ഈ കൂട്ടായ്മയെ എതിർക്കുന്ന പലരുമുണ്ട്. ഞാൻ സൂചിപ്പിച്ചില്ല, അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? ഞാൻ വളരെ തുറന്നു പറഞ്ഞാൽ മെയ് 2025 മെയ് 5-ാം തീയതിക്ക് ശേഷം ഞാൻ കൊടുക്കുന്ന പല വാർത്തയും സ്ഥിരമായി കൊടുത്തിരുന്ന പ്രമുഖ പത്രക്കാർ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ചിലർ എന്റെ പേര് മാറ്റുന്നുണ്ട്, ഇൻഷ്യല് മാറ്റും, പേര് മാറ്റും. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഡെസ്കിൽ ഇരുന്ന് ഈ പണി ചെയ്തിട്ടുള്ള ആളാണ്, പണി പഠിച്ച ആളാണ്. അതുകൊണ്ട് നമുക്കിത് നിങ്ങൾ ഇവിടുന്ന് എഴുതി റിപ്പോർട്ടർ അയക്കുകയല്ലേ, നമ്മൾ ഡെസ്കിൽ ഇരിക്കുന്നിടത്താണല്ലോ ഇത് തിരുത്തുന്നത്, പ്രൂഫ് റീഡർ എടുത്താണല്ലോ ഇത് ഫൈനലായി വരുന്നത്. അപ്പൊ പലപ്പോഴും ഇൻഷ്യൽ മാറും. ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് ഈ പ്രമുഖ നേതാക്കന്മാരുടെയൊക്കെ പേരും ഇൻഷ്യലും എഴുതി ആ ഡെസ്കിന്റെ അടുത്ത് ഒട്ടിച്ചു വെച്ചേക്കും. TH മുസ്തഫ. പുതിയതായിട്ട് വരുന്ന ട്രെയിനിക്ക് ചിലപ്പോൾ TH എന്നുള്ള ഇൻഷ്യൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും. മുസ്തഫ എന്ന് എഴുതിയിട്ട് ഏത് മുസ്തഫ, ഇൻഷ്യലൊക്കെ മാറ്റാം. അത് KH മുസ്തഫയായ വേറെ ഏതോ മുസ്തഫയായി പോകും. അതുപോലെ ഇപ്പൊ ഞങ്ങളുടെ ആളുകൾ പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് വളരെ അപൂർവമായ ഒരു പേരായതുകൊണ്ട് എന്റെ പേര് അക്ഷരം തെറ്റി വന്നാലും ആൾക്ക് തിരിച്ചറിയാം. ഞാൻ പറയാൻ വന്നത് മെയ് മാസത്തിന് ശേഷം അതുണ്ടാവുന്നത് എന്താ, ഏതെങ്കിലും ഒരു രംഗത്ത് കുത്തക അവകാശപ്പെട്ട ഒരു ഗ്രൂപ്പ് മാത്രം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അതിനെ ബാധിക്കുന്ന എന്തെല്ലാം മൂല്യച്യുതിയുണ്ട്, അത് അങ്കമാലിയിൽ ആ രംഗത്ത് സംഭവിച്ചത്. അതിനെതിരെ സത്യസന്ധമായി ഞാൻ ഇതിന്റെ ഓഫീസ് ഉദ്ഘാടന ദിവസം അവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, സത്യസന്ധമായി സുതാര്യമായി നിരപേക്ഷതയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് പോകാൻ കഴിയുന്ന പത്രപ്രവർത്തകന്റെ വിശ്വാസ്യത, അവൻ സമൂഹത്തിന്റെ നാവാണ്, സമൂഹത്തിന്റെ കണ്ണാണ്, സമൂഹത്തിന്റെ ശബ്ദമാണ്. അത് യഥാർത്ഥത്തിൽ നിറവേറ്റുന്ന പത്രപ്രവർത്തനമാണ്, മാധ്യമ പ്രവർത്തനമാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം. അതിലൂടെയാണ് ലോകത്ത് എല്ലാ മാറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിലും എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും അത് ജനം അറിയുകയും ജനം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഇന്നിപ്പോ 4 പ്രമുഖമായ 5 രാജ്യങ്ങളിൽ നടന്ന സുസംഘടിതമല്ലാത്ത, അത് ശ്രീ അവനീഷ് ഇവിടെ സൂചിപ്പിച്ചു, സുസംഘടിതമല്ലാതെ മലേഷ്യയിലും ശ്രീലങ്കയിലും നേപ്പാളിലും ലബാനോനിലും പിന്നെ സിറിയയിലും ഒക്കെ നടന്ന, അവിടെ നടന്ന മുല്ലപ്പൂ വസന്തം ഉൾപ്പെടെയുള്ള എല്ലാ, ലിബിയയിലും ഒക്കെ നടന്ന എല്ലാ വിപ്ലവകരമായ സമരങ്ങളും ഉണ്ടായത് സോഷ്യൽ മീഡിയയിലും. ഇന്നിപ്പോ എനിക്ക് വളരെ സന്തോഷമുണ്ട്, 20 സോഷ്യൽ മീഡിയ പ്രവർത്തകർ, റിപ്പോർട്ടേഴ്സ് സജീവമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത സ്വാധീനം എത്ര വലുതാണ്. പ്രിന്റ് മീഡിയയേക്കാൾ മുന്നിലെത്തി. ഇന്നിപ്പോ സത്യം പറയാം, സാജു അനയുടെയൊക്കെ ഒരു വാർത്ത അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അവിടെ കൊണ്ട് നമ്മൾ ആ വാർത്തയുടെ കാര്യം മറന്നുവരും. തൃപ്തിയാ. കാരണം എന്നാന്നറിയാമോ, പണ്ട് നമ്മൾ പ്രിന്റ് മീഡിയ വന്നിട്ട് നോക്കിയിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ അഡ്വർടൈസിംഗ് ഏജൻസി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. മനോരമയുടെ ഒരു വാർത്ത ഞങ്ങൾ ഒരു പരസ്യം കൊടുക്കുന്നതിന് നിങ്ങളെക്കാൾ കൂടുതൽ കൃത്യ കണക്ക് എനിക്കറിയാം. അപ്പൊ മലപ്പുറത്ത് ഏത് ജില്ലയിലെ ഏത് താലൂക്കിൽ ഏത് പരസ്യം കൊടുക്കണം, ഇവിടുന്നൊക്കെയുള്ള പല ഗൃഹോപകരണങ്ങളുടെ അല്ലെങ്കിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കറി പൗഡറിന്റെ പരസ്യം കൊടുക്കാനായിട്ട് എന്റെ ക്ലയന്റ് എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എടുക്കുന്ന ലിസ്റ്റ്, നിങ്ങൾ എവിടെ മാർക്കറ്റ് ചെയ്യുന്ന, മലപ്പുറത്ത് അല്ല കണ്ണൂര് എന്ന് പറയുമ്പോ അവിടെ മാധ്യമം പത്രത്തിനാണ് ഇന്ന താലൂക്കിൽ 90,000 കോപ്പി, മാതൃഭൂമിയിൽ കൊടുക്കണ്ട, അതെന്താ അവിടെ ഇത്രേ കോപ്പിയുള്ളൂ, മനോരമയിലോ ഇത്ര കോപ്പിയുള്ളൂ. ഇനി ഇവിടെ വന്നാലോ ഞങ്ങൾ കൃത്യം പറയും 60,000 കോപ്പി നിങ്ങൾക്ക് അങ്കമാലി എഡിഷൻ കൊടുക്കാം, അങ്കമാലി താലൂക്കിന്റെ പരസ്യം കൊടുക്കാം. ആ കാലടിയിലേക്ക് അപ്പുറമാണെങ്കിൽ മാതൃഭൂമിയിൽ ഇത്ര കൊടുത്താൽ മതി. കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്, പത്രക്കാർ തന്ന കണക്കുണ്ട്, ഞങ്ങൾക്ക് കൃത്യം കണക്കുണ്ട്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ വന്നപ്പോ അതിരുകളെ ലംഘിച്ച്, നിങ്ങൾക്കറിയാമല്ലോ കാര്യവിചാര സദസ്സിന്റെ നമ്മുടെയൊക്കെ പ്രോഗ്രാം നടക്കുമ്പോ രുക്മിണിയിൽ അന്ന് നടന്ന അവാർഡ് ദാനം നടക്കുമ്പോ അതേ സെക്കൻഡിൽ അയർലൻഡിൽ നിന്ന് എന്നെ വിളിക്കുക. ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക അയർലൻഡിലെ അങ്കമാലി എന്നുള്ള മലയാളി, ഓസ്ട്രേലിയയിൽ നിന്ന്. നമുക്കറിയാം മെൽബണിലാണ് അങ്കമാലിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത്, ഓസ്ട്രേലിയ മെൽബണിൽ. അമേരിക്കയിലെ എല്ലാ 50 DC-യിലും മലയാളികളുണ്ട്, പ്രമുഖരായ മലയാളികൾ അങ്കമാലിയിൽ നിന്നും. അവരൊക്കെ കാണുന്നുണ്ട് കാനഡയില്. മാത്രമല്ല ഇപ്പൊ കാനഡയിൽ തന്നെ എന്റെ മക്കൾക്ക് ഞാൻ അയച്ചു കൊടുത്ത അവരവിടെയുള്ള എല്ലാ മലയാളി ഗ്രൂപ്പിലേക്ക് ഇത് കൊടുക്കുക, അയർലൻഡിൽ കൊടുക്കുക, ഇംഗ്ലണ്ടിൽ കൊടുക്കുക. അപ്പോ സോഷ്യൽ മീഡിയയിൽ വരുമ്പോ മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ വരുന്ന പോലെ അല്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സമൂഹത്തിന്റെ ഏതെല്ലാം മേഖലയിൽ സപ്തസാഗരങ്ങൾക്കും അപ്പുറം അനേകരുടെ കയ്യിലാണ് ഇത് ചെന്നു ചേരുന്നത്.
അവരുടെ ഹൃദയത്തിലേക്കാണ് എത്തിച്ചത്. അത് വെറുതെയല്ല, കാണുകയാണ്, നേരിട്ട് കാണുന്നതിന് തുല്യമായിട്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതിന്റെ ജോലിയുടെ ഉത്തരവാദിത്വവും മൂല്യവും എത്ര വലുതാണെന്ന് ഓർക്കണം. നിങ്ങൾ ഞങ്ങളുടെ കണ്ണാകാണ്, മൂന്നാം കണ്ണാണ് പത്രം അല്ലെങ്കിൽ മീഡിയ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടുന്ന കാര്യം, നിങ്ങൾ ചെയ്യുന്നതിൽ കലർപ്പില്ലാതെ ആ വാർത്ത ചെയ്യുമ്പോൾ അതിന്റെ വിശ്വാസ്യത. ഈ വിശ്വാസ്യത എന്ന് പറയുമ്പോൾ അതൊന്ന് അടിവരയിടണം. ഇന്ന് AI-യുടെ കാലഘട്ടമാണ്. ഈ AI-യുടെ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും നല്ലതേത് ചീത്തയേതെന്ന് തിരിച്ചറിയാൻ മേലാത്തവണ്ണം, ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവണ്ണമാണ് ഇന്ന് AI പടച്ചുവിടുന്നത്. അപ്പോ വേറൊരു 7 സാജു ചക്കോയെ ഉണ്ടാക്കി 7 സാജു ചക്കോയുടെ ശബ്ദവും ഒരുപോലെ വരും. ഇപ്പൊ കാശ് ചോദിച്ചോണ്ട് സാജു ചാക്കോ ഞങ്ങളുടെ യുവതാര ഫൗണ്ടേഷന് ഇന്ന തരണം എന്ന് പറഞ്ഞ് സാജു ചാക്കോയുടെ ഒരു പ്രസ്താവന വരുന്നത് കണ്ടാൽ 10 വട്ടം നമ്മൾ ആലോചിച്ചിട്ട് ഒറിജിനൽ സാജു ചാക്കോയെ വിളിച്ച് ചോദിക്കണം, യുവതാര എന്തെങ്കിലും കളക്ഷൻ എടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് യുവതാര കളക്ഷൻ എടുക്കുന്നില്ല. ആരെങ്കിലും കൊടുക്കുന്നതോ വസ്തുക്കളായിട്ട് സ്പോൺസർ ചെയ്യുന്നതാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പൊ സാജു ചാക്കോ നാളെ ഇങ്ങനൊരു പ്രസ്താവന കൊടുത്തു എന്ന് പറഞ്ഞ് AI ഉണ്ടാക്കി വിടുന്ന അവര് നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. ഇത് നോക്കി ഏത് സ്ഥാപനത്തിന്റെ പേരിൽ, ഏത് വ്യക്തിയുടെ പേരിൽ കൊടുത്താലാണ് പെട്ടെന്ന് സ്വാധീനിക്കുന്നത്, പണം കിട്ടുന്നത്. അപ്പൊ സാജു ചാക്കോ വിൽഫ്രഡിനോ അവനീഷിനോ സുരേഷിനോ ഒരു റിക്വസ്റ്റ് ഞങ്ങളുടെ ഫോണിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം എന്ത് ചെയ്യും? സാജു ചാക്കോ ചോദിച്ചില്ലേ 1000 രൂപ അയക്കാം, വലിയ എമൗണ്ട് അല്ലെങ്കിൽ പോലും 1000 രൂപ അയക്കാം എന്ന് കരുതും. അപ്പൊ ഞാൻ സൂചിപ്പിച്ചതും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ, പ്രത്യേകിച്ച് നിങ്ങൾ ഭൂഖണ്ഡാന്തരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന വാർത്തകൾ, ഇപ്പോ അജിത മേഡമൊക്കെ എത്ര ചുരുക്കൽ സമയം കൊണ്ട് പെട്ടെന്ന് വലിയ വാർത്തകൾ വരുന്നു, അത് നമ്മുടെ കൈകളിൽ എത്തുകയാണ്, നമ്മൾ വായിക്കുകയാണ്, അതിനൊരു വിശ്വാസ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ വിശ്വാസ്യത, പ്രത്യേകിച്ച് അങ്കമാലിയിൽ ഞാൻ വളരെ തുറന്നു പറയാം, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന പൊതുരംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം അങ്കമാലിയിലെ മീഡിയ രംഗത്ത് ഉണ്ടായിരിക്കുന്ന മൂല്യച്യുതി എന്താണെന്നും വിശ്വാസതയും വിശ്വസ്തതയൊക്കെ എന്താണെന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, നിങ്ങൾ ഇന്നിപ്പോ 20 പേര് വന്നുവെങ്കിൽ അത് 200 ആളിന്റെ കരുത്തോടെയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. വളരെ താമസിയാതെ നിങ്ങൾ അങ്കമാലിയിലെ ഈ എറണാകുളം ജില്ലയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ന്യൂസ് ക്ലബായി മാറും. മാധ്യമ രംഗത്ത് നിങ്ങളെ വളരെയേറെ ഉയരത്തിൽ സ്ഥാപിക്കപ്പെടും, അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ പറഞ്ഞതുപോലെ അരികുവൽക്കരിക്കപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അത്തരം വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഈ സമൂഹത്തിൽ ഒരു നിർണായക ചാലക ശക്തിയായി, മാറ്റത്തിന്റെ ശക്തിയായി തീരാൻ മാധ്യമരംഗത്ത് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അത് തെളിയിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ സന്തോഷവും അടയാളവുമാണ് ശ്രീ സാജു ഏനായി. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 35 വർഷമായിട്ട് എനിക്ക് അദ്ദേഹത്തിനെ അറിയാം. ഈ 35 വർഷമായിട്ടും അദ്ദേഹം ഒരു രംഗത്താണ് നിന്നിട്ടുള്ളത്. ആ രംഗത്ത് നിന്നപ്പോ സാഹിത്യത്തെ പരിപോഷിക്കാനും അതിന്റെ നല്ല ആസ്വാദകനാകാനും അതിനെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കാനും അത്തരം ആളുകൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ വിഭജിക ഒക്കെ തുടങ്ങുമ്പോൾ ക്രിസ്റ്റഫർ കോട്ടക്കിലും ജോബ്ജിയും സാജു ഏനായും സുരേഷ് സാറും ഒക്കെ ആയിട്ട് തുടങ്ങി. ഇന്നിപ്പോ ഞങ്ങൾ തുടങ്ങിയ കാര്യവിചാര സദസ് 7 വർഷമായുള്ളൂ. യഥാർത്ഥത്തിൽ അതിന് മുമ്പ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി. ഇന്ന് ഞാൻ ശ്രീ ടോം ജോസ് സാറിനെ സന്ദർശിച്ചു. 84 വയസ്സായി. അങ്കമാലി നിങ്ങൾ അടയാളപ്പെടുത്തേണ്ട കാര്യം, അതൊന്നും ആരും മറന്ന കാര്യമൊന്നുമില്ല. അങ്കമാലി വിചാര പരിഷത്താണ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചർച്ചാവേദി ആരംഭിച്ചിരുന്നതും നമ്മളൊക്കെ അന്ന് അതിൽ കൂടിയിട്ടുണ്ട്. അതിനുശേഷമാണ് അങ്കമാലിയിൽ ഇങ്ങനെ സാംസ്കാരിക സാഹിത്യ ചർച്ചയ്ക്കൊരു വേദി ഉണ്ടാകണമെന്ന് വന്നതും ആ വേദി പിന്നീട് വിചാര പരിഷത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു. ഞങ്ങളൊക്കെ അന്ന് അതിൽ സംബന്ധിച്ചിട്ടുണ്ട് 90കളുടെ ആദ്യ ഭാഗത്ത്. അതിനുശേഷമാണ് പിന്നീട് വിഭജിക വരുന്നു. ഞാൻ താല്പര്യമെടുത്ത് ശ്രീ AP കുര്യൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, CSA ഓഡിറ്റോറിയത്തിൽ ഒരു സാഹിത്യ സംവാദ സദസ് ആരംഭിച്ചു. എന്നാൽ കുര്യൻ സാറിന്റെ മരണത്തിന് ശേഷം അവിടെ താല്പര്യമുള്ളത് സാഹിത്യത്തോടല്ലാത്തത് കൊണ്ടും സംവാദത്തോടല്ലാത്തത് കൊണ്ടും മറ്റുള്ളവരെ കേൾക്കാനുള്ള സഹിഷ്ണുതയില്ലാത്തത് കൊണ്ടും അവിടെ അത് നിന്നുപോയി. അതിനുശേഷം ഇങ്ങനെ വളരെ ഡ്രൈ ആയിരുന്നു. അപ്പോഴത്തേക്കാണ് ആ കാലഘട്ടത്തിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത ആളാണ് നമ്മൾ. ഇവിടുത്തെ ഒരു നാൾ വഴി എഴുതുമ്പോൾ ആ കാലത്ത് ഇവിടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മന്ദീഭവിച്ച് നിൽക്കുമ്പോഴാണ് ജീവകാരുണ്യ രംഗത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ സ്വർണ്ണത്തിളക്കത്തോട് വന്നത്. അപ്പൊ അന്നേരം എല്ലാവരും ആലോചിച്ച് ഈ സ്വർണ്ണ കച്ചവടക്കാരൻ ഇതൊക്കെ നടക്കുമോ?
അപ്പൊ അദ്ദേഹത്തിന്റെ തലയിലാണോ കിട്ടിയാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്. ഏതായാലും സാജു ചേട്ടൻ തുടങ്ങി വെച്ച ജീവധാര ഫൗണ്ടേഷൻ ഇപ്പം 12 വർഷമായി, 13ാമത് വർഷത്തിലാണ്. ഞാൻ കൃത്യമെന്ന് പറഞ്ഞ ഒരു മാമാങ്ക കാലം കഴിഞ്ഞു, വ്യാഴവട്ട കാലം കഴിഞ്ഞു. ഇപ്പോ ഈ 13ാം വർഷത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും അടയാളപ്പെടുത്തപ്പെട്ട ഫാദർ ജോസ് ചിറമേൽ കഴിഞ്ഞാൽ ആ രംഗത്ത് ഏറ്റവും അടയാളപ്പെടുത്തപ്പെട്ട നിലയിൽ സാധിച്ചേട്ടൻ വന്നു. കാരണം എനിക്കറിയാവുന്ന ഞങ്ങള് ചില പ്രോഗ്രാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എറണാകുളത്ത് ന്യൂസ് ബ്യൂറോയിലൊക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായ പത്രക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അവസരത്തിൽ സാഹിത്യത്തിനെ കുറിച്ച് നിരവധി ഇംഗ്ലീഷ് പത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് വരാനിടയായി. നമ്മുടെ നല്ല സുഹൃത്തുക്കളൊക്കെ അത് ചെയ്തിട്ടുള്ളത്. സാഹിത്യത്തിനെ അവരെല്ലാം വളരെ അത്ഭുതത്തോട് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ, പാരമ്പര്യ സ്വർണ്ണ കച്ചവടക്കാരൻ എങ്ങനെയാണ്? അവിടെയാണ് നമ്മള് ഏത് മേഖലയിലുള്ള മനുഷ്യത്വമുള്ളവരെയും മനുഷ്യരെ കണ്ടെത്തുകയും അവരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗമാകുക. ഞാനിപ്പോ കെട്ടിദാനം ചെയ്തില്ല, ഞാൻ ആർക്കും ടോക്കൺ മേടിച്ചു കൊടുത്തില്ല, പക്ഷേ അത് ചെയ്യുന്ന 42,000-ലേറെ ഡയാലിസിസ് നടത്താൻ നേതൃത്വം നൽകിയ, സഹായം നൽകിയ സാജു ചാക്കോയോട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും ആ വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമ്മളും പങ്കാളികളാകുകയാണ്. അതാണ് അത്തരം പ്രവർത്തനത്തിനൊക്കെ കൂട്ടിയോജിപ്പിക്കാൻ. അവിടെയാണ് സാജു ഏനായുടെ ഒരു പ്രസക്തി. എല്ലാ മേഖലയിലുള്ളവരെയും ചേർന്ന് നിർത്താൻ കഴിയും, എല്ലാ മേഖലയും. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മളെ സഹായിക്കേണ്ടുന്നത് ഇതിനൊക്കെ പണം മുടക്കി നിൽക്കാൻ തയ്യാറായിട്ടുള്ളവരെ വന്നാൽ അവരെ അംഗീകരിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് പിന്തുണക്കുക. അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിന്റെ മറ്റൊരു പ്രതികരണം കൂടിയാണ് ഇന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒരു വേദിയിലൊക്കെ കൂടിയിരിക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, അത് നിങ്ങൾ തിരിച്ചറിയണം. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതൊരു സൗഹൃദ സദസ്സായതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആ അർത്ഥത്തിലേ എടുക്കാറ്. അങ്കമാലിയിൽ ഇപ്പൊ ഇങ്ങനെ വിവിധ കൂട്ടായ്മകളും ആ കൂട്ടായ്മകളുടെ പ്രത്യേകത നിങ്ങളൊന്ന് ആലോചിച്ചു. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഈ കാലത്ത് ഈ സംഘർഷഭരിതമായ പ്രത്യാശ നശിച്ച് പുതിയ തലമുറ വല്ലാത്തൊരു ഇരുളിമയിലേക്ക് കടന്നു പോകുന്ന ഈ കാലത്ത് തലമുറകൾക്ക് അതീതമായി നമുക്ക് ഒരുമിച്ച് ചേരാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാകുക അതൊട്ടും ചെറിയ കാര്യമല്ല സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഒട്ടും ചെറിയ കാര്യമല്ല. ഇന്നിപ്പോ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്ന തോമസിയേട്ടൻ ഉൾപ്പെടെയുള്ള ആബാലവൃദ്ധം ആളുകൾക്കും ഒരുമിച്ച് ചേരാൻ കഴിയുന്ന, ഹൃദയം തുറക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാകുക. 1. 2, നമ്മുടെ ഈ കൂട്ടായ്മകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഇത് കഴിഞ്ഞോ, ഇതിനു മുമ്പോ, ഇതിനിടയിലോ ഇവിടെ കള്ളും പോത്തുമില്ല. നിങ്ങൾ ആ സാമൂഹ്യ സ്ഥിതിയോട് കണക്കാക്കിയേ പറ്റൂ. കാരണം ഞങ്ങളോട് ചോദിച്ചു, അങ്കമാലിയിൽ 7 വർഷമായിട്ട് നിങ്ങൾ എങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും കൊടുത്തു ആലോചിച്ചു നോക്കണം. കള്ളും പോത്തും ഇത് കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് നമ്മുടെ ഇതിന്റെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ഭിന്നാഭിന്നിന്റെ നുറുകുവട്ടം പടർത്തുന്ന ഇത്തരം സാംസ്കാരിക യോഗങ്ങളും സഹൃദയ സദസ്സുകളും ഉണ്ടാവുകയും അത് സമൂഹത്തിന് വെളിച്ചമായി നിൽക്കുകയും ചെയ്യുക എന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. ആ പ്രാധാന്യവും മൂല്യവും തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ ഈ സാഹചര്യ വിളിക്ക് കീഴ്പ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സൗഹൃദ സദസ്സുകൾ തുടർന്നേ പറ്റും. നമ്മൾ ആത്മഹത്യയുടെ വാർത്ത വായിച്ചിട്ട് അവസാനം സർക്കാരിന്റെ ഏജൻസി ഒരു ടാഗ് ലൈൻ കൊടുക്കും, ആത്മഹത്യ ഒന്നിനും. പക്ഷെ പ്രിയമുള്ളവരെ, എന്തിനാ നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നത്? നമ്മൾ ഇതുപോലെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന സൗഹൃദങ്ങൾ ഒരുമിച്ചുകൂടെ? നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരമോ സ്നേഹമോ സന്തോഷമോ ഇത് പ്രകടിപ്പിക്കാൻ കഴിയുമല്ലോ. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഈ ഒറ്റയ്ക്കിരുന്ന് ചില സമയത്ത് അസാമാന്യമായിട്ട് തെറി പറയുമല്ലോ. ഇപ്പൊ എം കൃഷ്ണൻ നായർ സാഹിത്യവാര ഫലത്തിൽ ഒരിക്കൽ എഴുതി, അത് അദ്ദേഹം മാത്രമല്ല, ലോകത്ത് പ്രശസ്തരായ എല്ലാ സാഹിത്യകാരന്മാരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എങ്ങനെയാ ചെയ്യുന്നത്? ഇവരുടെ ഒരു ഏകാന്തതയിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് പോയി, അത് പ്രശസ്തരായ എഴുത്തുകാരൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാനത് ഓർക്കുന്നില്ല, ഞാൻ എൻ്റെ ഓർമ്മകളിൽ നിന്ന് പറയാണ്. വളരെ വിജനമായ ഒരു സ്ഥലത്ത് തൻ്റെ കുതിരയുമായിട്ട് പോയി, കുതിരയെ അവിടെ നിർത്തിയിട്ട് ഇദ്ദേഹം മാറി നിന്ന് അന്തരീക്ഷത്തിലേക്ക് നോക്കി തന്റെ മനസ്സിലുള്ള സകല സംഘർഷാത്മകമായ പ്രതികരണങ്ങളും ശുദ്ധ അസംബന്ധവും തെറിയും അവിടെ നിന്ന് പറയും. എല്ലാം പറഞ്ഞു, റിലാക്സ്ഡ് ആയി തിരിച്ചു വരുമ്പോൾ
കുതിര അദ്ദേഹത്തിന് നോക്കി നിൽക്കുന്നത്. കുതിര വല്ലാതെ സംശയദൃഷ്ടിയാ കുതിര നോക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സോടെ, എന്റെ തെണ്ടി യജമാനെ, നിങ്ങൾ ഇത്രയും വിഷം കലർന്ന മാനസികാവസ്ഥയിലാണോ ഇതുവരെ ഇരുന്ന? നിങ്ങളെയാണോ ഞാൻ ഇതുവരെ ചുവലിലേറ്റിക്കൊണ്ട് നടന്നത് എന്ന് ഈ കുതിര പറയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. സ്വയം ലജ്ജ തോന്നി. പക്ഷെ എന്താ അവിടെ സംഭവിച്ചത്? അതാണ് ശരിയായ മെന്റൽ ഡിസ്ചാർജ് അവിടെ നടന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന സംഘർഷങ്ങൾ, അസാമാന്യമായ പിരിമുറുക്കം. അദ്ദേഹം ഒരു 7 കഥാപാത്രങ്ങളുള്ള ഒരു നോവലോ ഒരു നാടകമോ എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, ആ 7 പേരുടെയും സംഘർഷം മുഴുവൻ ഒരൊറ്റയാളിൽ നിന്നുണ്ടാകുന്നതാണ്. ആ സംഘർഷങ്ങളുടെ വലിയ ഭാരവും ചുമടുമേറ്റിയാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, ചിലതൊക്കെ എഴുതി കഴിഞ്ഞാണ് അതിപ്പോ സാറിന് മനസ്സിലാവും, ഈ ഗർഭം പേര് നടന്നാൽ ഇതൊന്നും ഒഴിവായി കഴിഞ്ഞ ശേഷം റിലാക്സ്ഡ് ആവും. അപ്പൊ എന്തിനാ ഞാനിത് സൂചിപ്പിച്ചെന്ന് വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊന്നും എനിക്കങ്ങനെ ഇല്ലല്ലോ. ഉണ്ട്, നമുക്കെല്ലാം ഉണ്ട്. നമുക്കിവിടെ വന്ന് സാഹിത്യാന്റെ മുഖത്ത് നോക്കി ഒരു തമാശ പറഞ്ഞ് ചിരിച്ച് ഒരു സ്വകാര്യതയിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ദുഃഖം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും. ഇവിടെ വരുമ്പോൾ രാജീവ് വർമ്മയുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് അഭിനന്ദിക്കാം, വിമർശിക്കാം, കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ പറയാം, നന്നായെന്ന് പറയാം. അതിൽ അദ്ദേഹത്തിന് നമുക്ക് റിലാക്സേഷൻ ഉണ്ട്. തോമസേട്ടനോട് വരുമ്പോൾ തോമസേട്ടൻ നമ്മുടെ ഉപയോഗത്തിൽ നിൽക്കുന്ന എങ്ങനെയാ, സീനിയർ സിറ്റിസൺ ആയിട്ടാണ്. പക്ഷെ മനസ്സിലിരിപ്പ് മുഴുവൻ നമ്മളെക്കാൾ ചെറുപ്പക്കാരനാണ്. ഇപ്പൊ സ്നേഹത്തെ എന്ന് ചോദിച്ച്, ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു 72 വയസ്സുള്ള ഒരു അപ്പച്ചനുമായിട്ട്, നല്ല ലോകം കണ്ട ഒരു അപ്പച്ചനുമായിട്ട് സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു, യഥാർത്ഥത്തിൽ പറയാക്കളെ, അങ്കിളുടെ മനസ്സിലെ പ്രായം എത്ര? ഞാൻ ആ രഹസ്യം പറയാം. അദ്ദേഹം വളരെ രസകരമായിട്ട് പറഞ്ഞു, 22. 22 പറഞ്ഞു. 22. അപ്പൊ അദ്ദേഹം ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന മർച്ചന്റ് നേവിയിൽ ചേർന്ന കാലത്തെ അതേ യുവത്വം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ 74-ാം വയസ്സിൽ നിൽക്കുന്നു. അത് കൂടുതൽ ഊർജത്തോടെ നിൽക്കും നമ്മളുമായിട്ടെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ. അതാണ് തോമസേട്ടൻ്റെ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്റെ സംസാരം ദീർഘമായിപ്പോയെങ്കിൽ ക്ഷമിക്കണം, ഇതൊരു സൗഹൃദ സദസ്സായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്കെല്ലാം ഹൃദയത്തിൽ നിന്ന് ഒരു ഡിസ്ചാർജ്, നമ്മുടെ പ്രസന്റേഷൻ, ഇതൊക്കെ ഉണ്ടാവണം. ഇത് ഉണ്ടാകുന്നത് എവിടെയാണ്? നമ്മുടെ പുറകിലിരിക്കുന്ന കെ.പി. ഗോവിന്ദന് ഒരു അവസരം കൊടുത്താൽ ഒരു 5, 6, 7 മണിക്കൂർ ഇവിടെ നിന്ന് കവിത ചൊല്ലും, മലയാള സാഹിത്യ നിരൂപണം നടത്തും. ഇത് അദ്ദേഹം വായിച്ച 40-45 വർഷമായിട്ട് വായിച്ച് നേടിയ അറിവ് ഇങ്ങനെ തുളുമ്പി നിൽക്കുക. അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണ്ടേ? ഒരു ദിവസം അദ്ദേഹത്തിന് പ്രഭാഷണ സമയം കൊടുക്കൂ, അദ്ദേഹത്തിന് ഒരു കവിത ചൊല്ലിക്കൂ, അക്ഷശ്ലോകം ചൊല്ലിക്കൂ. ഇത് കേൾക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ഇടയിൽ ഇത്രയും പ്രതിഭാധനരായ ആളുകൾ. നമുക്കൊരു പ്രശ്നമുള്ളത്, പത്രത്തിൽ പേരടിച്ചു വന്ന് വലിയ പേര് കിട്ടിയ ആള് മാത്രമാണ് പ്രതിഭ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ ധാരണ മാറ്റിവെക്കണം. നമ്മുടെ എല്ലാം ഉള്ളിൽ 7, 8, 9 പ്രതിഭകൾ നിൽക്കുന്നത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ നമ്മളൊരു നല്ല പിതാവായിട്ടോ സഹോദരനായിട്ടോ നല്ല മാധ്യമ പ്രവർത്തകനായിട്ടോ നല്ല വ്യവസായിയായിട്ടോ നല്ല ജീവകാരുണ്യ പ്രവർത്തകനായിട്ടോ നിൽക്കുന്നത്. നമ്മളിൽ ആ പ്രതിഭ കുടികൊള്ളുന്നത് കൊണ്ട് നമ്മൾ ആരും ഒട്ടും ചെറുതല്ല. നമ്മളിലെല്ലാം ആ പ്രതിഭയുണ്ട്. ആ പ്രതിഭയെ വെളിപ്പെടുത്താൻ വേദികൾ ഉണ്ടാവുക, അത് പ്രയോഗവൽക്കരിക്കുക, അതിന്റെ ആത്മാവിഷ്കാരം നടത്തുക എന്നുള്ളതാണ് ഇത്തരം വേദികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കാര്യത്തിൽ ശ്രീ സാജു അങ്ങേയറ്റം വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചുരുക്കം സമയം കൊണ്ട് നമ്മളെല്ലാവരും, ഈ പ്രതിഭാശാലികളെല്ലാം, എന്നോടിപ്പോ ഈ അടുത്ത സമയത്ത് പലരും ചോദിച്ചു, അജിത ദേശോ ആരാ, എവിടെ നോക്കിയാ എന്താ കാരണം? അങ്കമാലിയിൽ ഇവിടെ നിയതമായി ചില പാരമ്പര്യമൊക്കെ വെച്ചിട്ടുണ്ട്, ഇന്നതൊക്കെ ആകാവൂ. ഞങ്ങൾ കാര്യവിചാര സദസ് തുടങ്ങിയപ്പോ ഞാൻ തുറന്നു പറയാം, ഞങ്ങളുടെ ആദ്യത്തെ പ്രസിഡന്റ്, സ്ഥാപക പ്രസിഡന്റ് ആരാന്നറിയാമോ? K.A. റഹ്മാൻ. കുറെ പേര് ഞങ്ങളോട് ചോദിച്ചു, അങ്കമാലിയിൽ ഒരു മുസ്ലിം പ്രസിഡന്റായിട്ട് ഒരു ഓർഗനൈസേഷനാണ്, മനസ്സിലായില്ലേ? അപ്പൊ കാര്യമൊന്ന് ചെറുത, ഞങ്ങളൊരു ഇത് മുസ്ലിം അല്ല, K.A. റഹ്മാൻ കാര്യവിചാര സദസ്സിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം ഡൽഹിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്തു. അദ്ദേഹം പത്തനാപുരത്തുകാരനാണ്, അങ്കമാലി സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളാണ്. ചോദ്യം അത് മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ പുതിയ മുഖങ്ങൾ വരുമ്പോ അവരും ഈ നാടിന്റെ ഭാഗമാണെന്നും ഈ നാടുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നവരാണെന്നും തിരിച്ചറിയാതെ, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനുള്ള വലിയ വലിയ പ്രശ്നമാണ്. ഞങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളും? അതിനൊരു മാറ്റം വന്നതിന് തുല്യമാണ്. അത്തരത്തിലും സാജു വിജയിച്ചു. അത് സാജുവിന് കിട്ടിയൊരു ഭാഗ്യം കൂടിയാണ്.
ശ്രീമതി അജിത ജയ്ഷോർ എന്ന് പറയുന്ന പ്രഗത്ഭയായ ഒരു മാധ്യമ പ്രവർത്തകയെ തന്നെ നിങ്ങളുടെ പ്രസിഡന്റായി കിട്ടില്ല. ഞങ്ങൾക്ക് പറഞ്ഞു, എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നിയിട്ടുണ്ട്. അത് അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടിയാണ് ഞാനത് ഏറ്റെടുത്തു. മാഡത്തിനെ പരിചയപ്പെട്ട സമയം മുതൽ ഞാൻ ഇതെല്ലാം സൂചിപ്പിച്ചത് നിങ്ങളോട് എതിർക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആശയം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നോ അപ്പൊ അതിന് എതിരായി നിൽക്കുന്ന സംഘങ്ങൾ ഉള്ളിടത്താണ് നിങ്ങൾ ഏറ്റവും എളിമയോടെ, ഏറ്റവും വിശ്വസ്തയോടെ, ഏറ്റവും സുതാര്യതയോടെ, ഏറ്റവും നിഷ്പക്ഷതയോടെ സത്യത്തിന്റെ പ്രവാചകന്മാരായി, സത്യത്തിന്റെ കണ്ണുകളായി നിൽക്കുവാൻ അവസരമുള്ളത്. അങ്ങനെ തന്നെ ആകട്ടെ, അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. ഒരിക്കൽ കൂടി വാക്കുകൾക്ക് അതീതമായ സ്നേഹത്തോടെ ശ്രീ സാജുവിനെയും സാജുവിന്റെ ടീമിനെയും എൻ്റെ ഹൃദയ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, സ്നേഹം അറിയിച്ചുകൊണ്ട്, എനിക്കിങ്ങനെ അവസരം തന്നതിന്, ഞങ്ങളുടെ കാര്യവിചാര സദസ്സിനെ മാനിച്ചതിന്, ഞങ്ങളെ വ്യക്തിപരമായി മാനിച്ചതിന്, അംഗീകരിച്ചതിനെല്ലാം സ്നേഹപുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. പ്രിയമുള്ളവരെ, ഞാൻ ഈ അവസരത്തിൽ എന്റേതായ ഒരു ഇദ്ദേഹം പറഞ്ഞത് വെച്ച് ഞാനൊരു അനുഭവം കൂടി പങ്കുവയ്ക്കാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷകരമായ അനുഭവമാണ് ഇപ്പൊ നേരിടുന്നത്. സാഹചര്യം കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് പറയുകയുണ്ടായി, ഞാൻ പറയുന്നതിലൊന്നും തോന്നരുത്, ഇങ്ങനെ ഒരു സൗഹൃദ സദസ്സായതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു ന്യൂസ് ക്ലബ്ബ് ഉണ്ടാക്കിയപ്പോ അദ്ദേഹം ചില സപ്പോർട്ട് നമുക്ക് തരാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന് ഇവിടുത്തെ ആദ്യകാല പത്രപ്രവർത്തക ടീമിൽ ഞാനതിൽ 30 വർഷം ഉണ്ടായതാണ്. ഞാനൊരു നവമാധ്യമം തുടങ്ങുന്ന ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടതിനാണ് എന്നോട് ഈ അഹങ്കാരം കാണിച്ച് വെല്ലുവിളിച്ച് എന്നെ ചവിട്ടിക്കാത്തി പുറത്തുനിന്ന് മാറ്റിയിരുന്നതാണ്. അന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട 3 വർഷമായിട്ട് പ്രസ് ക്ലബ്ബ് കൊണ്ടെടുക്കുക കണക്കില്ല. കമ്മിറ്റി പുതിയ പത്രസമ്മേളനം നടത്താൻ അവിടെ നഗരസഭയുടെ ഉണ്ടായിട്ട് ആ മുറി ഇടിഞ്ഞെടുക്കുക, ലോകം മുഴുവൻ പിരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ പത്രസമ്മേളനം വിളിക്കാൻ പറ്റുന്നില്ല. സാധാരണക്കാരൻ പത്രസമ്മേളനം വിളിക്കണമെങ്കിൽ ഫുഡ് കൊടുക്കണം, വേദി ഒരുക്കണം, ഫീസ് കൊടുക്കണം. ഈ ഒരു ദുരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത്. ഞാനത് വീണ്ടും എടുത്തു പറയുന്നില്ല. പക്ഷെ എന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് സാജേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അത് യാഥാർത്ഥ്യമാണ്. എന്നെ ശരിക്കും ഫോക്കസ് ചെയ്തിട്ട് ഏത് രീതിയിൽ ഒതുക്കാം ഒതുങ്ങുന്നില്ല. ഞാൻ 2 വർഷമായിട്ട് തല ഉയർത്തി നടക്കുന്നത്. എന്നെ ഒതുക്കാൻ പറ്റുന്ന, എന്റെ അന്ത്യശ്വാസം പോകുന്നതിനെ ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവര് കണ്ണിലെ കരടായിട്ട് കൊണ്ടുനടക്കുന്നത്. എന്തിനു പറയുന്നു, ഞാൻ ഇട്ട് കൊടുക്കുന്ന വാർത്ത പ്രമുഖ പത്രങ്ങൾ കൊടുക്കുന്നില്ല. ഇപ്പൊ വിൽഫ്രഡ് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു മാധ്യമപ്രവർത്തനായ ഞാൻ എന്തിനു പറയുന്നു, മൂക്കുന്നൂർ കറുവറ്റി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാട്ടുകാരെ സമാധാനമായിട്ട് സ്ഥലം കണ്ടെത്തി കാശ് മുടക്കി റോഡ് ഉണ്ടാക്കിയിട്ട് തെക്കാട്ടാറ് വടക്കാട്ടാറ് ഞാൻ താമസിക്കുന്ന ഏരിയയെ ലിങ്ക് ചെയ്യുന്ന അതിന്റെ പാലം ഹീമാൻ കമ്പനി സൗജന്യമായിട്ട് കൊടുത്ത് അതിന്റെ ഉദ്ഘാടന ഫോട്ടോയും വർദ്ധനം ഇട്ട് കൊടുത്തിട്ട് പത്രങ്ങളുടെ പേര് പറയുന്നില്ല, പ്രമുഖ പത്രങ്ങൾ കൊടുത്തിട്ടില്ല. ഒരു ഫോക്കസ് കളിയാണ്. പക്ഷെ ഞാനതെങ്ങനെയും ഭരിച്ചിരിക്കും. കാരണം 30-40 വർഷമായാലും ഈ മേഖലയിൽ പ്രവർത്തിക്കണേ. 1-2 ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ശത്രുത ഞാൻ നേരിടുന്നുണ്ട്. അത് എന്റെ അനുഭവം പറഞ്ഞത്. പക്ഷെ സമൂഹത്തിന് വേണ്ടി കരുത്ത് കാണിക്കാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കൂട്ടായ്മ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ലൈവാണ്, ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിനെ അറിയിച്ചാൽ, അപ്പൊ അതിന്റെ സംഘാടകർ അറിയിക്കണമെന്നില്ല, എന്റെ ശ്രദ്ധപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് ശ്രദ്ധപ്പെട്ട പരസ്പരം അറിയുന്നു, കഴിയുന്നവർ ചെല്ലുന്നു. ഒരു 3 പേരെങ്കിലും അവിടെ ചെല്ലുന്നു, വീഡിയോ എടുക്കുന്നു, ലൈവ് കൊടുക്കുന്നു, വീഡിയോ എഡിറ്റ് ചെയ്ത് വാർത്ത കൊടുക്കുന്നു. ഞാൻ ഉൾപ്പെടെ 40ഓളം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുണ്ട്. ഞാൻ തലക്കാലം വെച്ച് പറയുന്നില്ല. ഒറ്റ ക്ലിക്കിന് ലോകം മുഴുവൻ എന്ത് സംഭവം അറിയിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇമെയിൽ ചെയ്യാൻ വരെ ഞാൻ മക്കളെ ആശ്രയിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് അതിലേക്കൊക്കെ ഒന്ന് കാലെടുത്ത് വെച്ചു. പക്ഷെ ഞാൻ ഈ വെല്ലുവിളിക്ക് തലകുനിച്ചു കൊടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് വീഡിയോ എഡിറ്റിങ് അതിന്റെ അത്യാവശ്യ കാര്യങ്ങൾ അടുത്ത ദിവസം മുതൽ ഞാൻ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ പറയുന്നില്ല, വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രെയിനിലുണ്ട് അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം. പക്ഷെ അതിന്റെ ടെക്നിക്കൽ വശം മാത്രമേ അറിയാത്തുള്ളൂ. അത് ഞാൻ വർക്കൗട്ട് ചെയ്തിരിക്കും. അതിലൂടെ വെൽ സപ്പോർട്ട് സമൂഹത്തിന്. എന്തിനു പറഞ്ഞാൽ ഞങ്ങൾ ഈ ന്യൂസ് ക്ലബ്ബ് തുടങ്ങിയിട്ട് 11-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വളരെ സജീവമാണ്. ഈ ലക്ഷങ്ങളുടെ കോപ്പിയുള്ള പ്രിന്റ് മീഡിയ ഒക്കെ വളരെ പിറകില. ഒരു വാർത്ത അതിന് നേരെ ചൊവ്വ വരുന്നില്ല. ബോധ്യം ഉണ്ടാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സാജുചേട്ടൻ വരെ വിഷമം കൊടുത്തതില്ല. സാജു ഏനായിയുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് നൽകുമ്പോ അവർ ചവിട്ടി താത്തുന്നു, അവർ മാറ്റി നിർത്തുന്നു, വാർത്തകൾ കൊടുക്കുന്നില്ല. എനിക്ക് സാജുചേട്ടനോട് ഉൾപ്പെടെയുള്ളവരോട് പറയാനുള്ളത്, അതിന് നമ്മുടെ ചങ്കൂറ്റം കാണിക്കണം. അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 1-2 വാർത്ത വന്നില്ലെങ്കിൽ അതിന് നമ്മൾ റൂട്ടുണ്ടെന്നേ. നമ്മൾ കാശ് കൊടുത്തല്ലേ ഈ പത്രം വാങ്ങുന്നത്, വെറുതെ അവതാരത്തിലും തരുന്നതല്ലോ. അതിന് വഴികളുണ്ടെന്നേ. അപ്പൊ ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്ന സമയം ഇതിനു വേണ്ടി വിനിയോഗം ചെയ്യുന്നില്ല. ഇപ്പൊ ഔചാരികമായിട്ട് വിൽഫ്രഡ് ചേട്ടൻ പറഞ്ഞപ്പോ അതിന് ടച്ച് ചെയ്ത് പറഞ്ഞതാണ്. പിന്നെ ഗൗതം ചേട്ടനെ കുറിച്ച് ഒരു 2 വാക്ക്. വളരെ ചെറുപ്പത്തിലെ
ഞങ്ങൾ വ്യത്യസ്ത ഒരു വാക്ക് വ്യത്യസ്ത രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വായനാ ശേഖരണവും എന്റെ ഇളം മനസ്സിലുണ്ട്. അദ്ദേഹം മാതൃഭൂമി വീക്കില്, അതുപോലുള്ള കലാകൗമുദി വീക്കില്, അങ്ങനെ വെറൈറ്റി എന്താ പറയാ വ്യത്യസ്ത സാഹിത്യ മേഖലയിലും അറിവ് നൽകുന്ന വിജ്ഞാന കേന്ദ്രമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ലൈബ്രറി വരെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലൈബ്രറി ഒരുക്കണമെന്ന് എന്റെ ചെറുപ്രായത്തിൽ എന്റെ മനസ്സിൽ കോറിയിട്ടുണ്ട്. ഞാൻ കിട്ടുന്നതൊക്കെ വാരി വെച്ച് അവിടെ കൊണ്ടുവന്നു. പക്ഷെ 100,000 കാര്യങ്ങൾ ഓടി നടക്കുന്ന കാരണം എനിക്ക് എന്തിനു പറയുന്നു, സ്കൂൾ തലത്തിൽ വാരിക്കുട്ടിയ സർട്ടിഫിക്കറ്റുകൾ വെച്ച് നോക്കുമ്പോ ഈ 100 എന്റെ ഇളം പ്രായത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നും സൂക്ഷിച്ചു വെക്കാനോ ആ ഫയൽ ഇപ്പോ എന്റെ കയ്യിലില്ല. എങ്കിലും ഗോവിന്ദനെ മാതൃകയൊക്കെ ശ്രമിച്ചിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഗോവിന്ദൻ വിവിധ രംഗങ്ങളിൽ സജീവമാണ്. പ്രത്യേകിച്ച് ഈ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ അദ്ദേഹത്തെ 2 വാക്ക് അവസരം നൽകും. വിൽഫ്രഡിന്റെ ഇവിടെ പറഞ്ഞതിനോടൊക്കെ യോജിപ്പ, അദ്ദേഹവും പറഞ്ഞതിനോട് യോജിപ്പ. ആദ്യം പറഞ്ഞതിന് ഞാൻ ഞാനിവിടെ പറഞ്ഞതിന് ഒറ്റ കാര്യമുള്ളൂ. അത് നിങ്ങളാരും മനസ്സിൽ വിചാരിക്കാത്ത കാര്യമായിരിക്കും. ഈ ന്യൂസ് ക്ലബിന്റെ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരു മകളെയാണ്. കുറച്ചാളുകളായിട്ട് അറിയാം. അപ്പോൾ ഈ ന്യൂസ് ക്ലബ്ബ് നേതൃത്വം കൊടുക്കുന്നത് വനിതയാണ്. ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളും ഓർക്കേണ്ട ഒരു ദിവസമാണ്. എല്ലാ സ്ത്രീകളും ഓർക്കേണ്ട ദിവസമാണ്. എല്ലാ സ്ത്രീ സംഘടനകളും ഓർക്കേണ്ട ദിവസമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ പല സ്ത്രീകളുടെ അവസ്ഥ ഇന്നലെ കണ്ടിരുന്നു. ചിലർ വെട്ടിക്കളഞ്ഞ നഖം, പഠിച്ചളഞ്ഞ രോമം, വള വീണ് ഊരി കളഞ്ഞ കെട്ടി, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന പാരമ്പര്യത്തിലേക്ക് ചില മഹിളാ രംഗങ്ങളും എത്തി എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത 1831 ഇന്നേ ദിവസമാണ് രാജാറാം മോഹൻ റായ് മരിച്ച ദിവസം. സതി എന്ന് പറയുന്ന ഒരു ദുരാചാരത്തെ ഇന്ത്യയിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി തീവ്ര ശ്രമം നടത്തിയ ഒരു മഹാൻ. നമ്മുടെ യോഗം ആ മഹാന്റെ ഒരു അനുസ്മരണ യോഗവുമായി നിങ്ങൾ കണക്ട് ചെയ്ത് ഇന്നത് ചെയ്യണം. ഇംഗ്ലണ്ടില് അദ്ദേഹം ബംഗാളിലാണ് ജനിച്ചെങ്കിലും മരിച്ചത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. 61 വയസ്സാണ് അദ്ദേഹം മരിക്കുമ്പോൾ ഉള്ളത്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 253 വയസ്സ് ഉണ്ടാവും. അദ്ദേഹം വേർപെട്ടിട്ട് 192 വയസ്സ് ആയി. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എല്ലാ മഹിളാ സംഘടനകളും ആളുകളെല്ലാം ഇത് ഓർത്ത് ആചരിക്കേണ്ടതാണ്. മുഖ്യധാര മഹിളാ സംഘടനകളൊന്നും ഇത് ഓർത്തിട്ടില്ല. ഇതുവരെ നവമാധ്യമങ്ങളിലൊന്നും അത് കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യം ഇന്ന് രാജാറാം മോഹൻ റായിയെ കേരളത്തിൽ നിന്ന് ആകെ ഓർത്തിട്ടുള്ളത് അങ്കമാലി ന്യൂസ് ക്ലബ് ആയിക്കോളും. അതിന് ഞാൻ ഓർത്തെങ്കിലും ഇതിന്റെ ഭാഗമായി കഴിയുമ്പോൾ നമ്മളത് ഓർത്തു എന്നുള്ളത്. ഈ ന്യൂസ് ക്ലബിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ ഒരു വനിതയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ലോട്ടറി ആയിട്ട് അത് കണക്കാക്കാം. നിങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് രാജാറാം മോഹൻ റായിയുടെ അനുസ്മരണം നടത്തും എന്നുള്ളതാണ് പറഞ്ഞു. പിന്നെ വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടെ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നത്. ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയുണ്ട്, അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കേരളത്തില് സ്കൂൾ ലൈബ്രറിയിലെ ലൈബ്രറിയന്മാരുടെ അലവൻസ് 15,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ സ്കൂൾ ലൈബ്രറികൾ ഒന്നും വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അത് അടച്ചുപൂട്ടി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വാർത്തയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ നമ്മുടെ പ്രദേശത്ത് എല്ലാ സ്കൂൾ ലൈബ്രറികളും നന്നായിട്ട് പ്രവർത്തിക്കണമെന്നും അത് കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്ക് കൂടി അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് ആകണം. ഈ 15,000 രൂപ എന്ന് പറഞ്ഞാൽ അവർ സ്ഥിരം ജീവനക്കാരല്ല, അവർക്ക് ഇത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു സ്കൂളിലെ ലൈബ്രറി കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു രക്ഷിതാവിന് ഇന്നൊരു പുസ്തകം വേണമെങ്കിൽ ആ ലൈബ്രറി പോയി നിയമാനുസൃതമായ രീതിയിൽ ആ പുസ്തകം എടുക്കാനും വായിക്കാനും ആ കൊച്ചിന്റെ പഠനകാലം കഴിയുന്നത് വരെ അതിനെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു സാഹചര്യം കൂടി നിയമപരമായി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായാൽ ഈ വായനയുടെയും ഇതിന്റെയും എല്ലാം നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു സാധ്യതകളാണ് വരാൻ പോകുന്നത്. അത് എന്നെ പോലെ ഈ 10ാം ക്ലാസ്സിലോ 3 ക്ലാസ് കുറവുള്ള ആളും ഈ ദരിദ്രവിലാസ കർഷക വിഭാഗത്തിൽ പഠിക്കുന്ന ആളെന്നും പറഞ്ഞാലൊന്നും ആരും ഏക്കാൻ പോകുന്നില്ല.
പക്ഷെ നിങ്ങൾ വാർത്താ പ്രാധാന്യമുള്ള ആളുകൾ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ പ്രാധാന്യമായിട്ട് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം, ഏതൊരു പ്രസ്ഥാനവും നമ്മൾ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശരി എന്നുള്ളത് തോന്നുന്നു വെച്ച് പോവുക. മറ്റുള്ള ആളുകൾ പലതും പറയും, ആ പറയുന്നതിനെ നമ്മൾ മുഖവിലക്ക് എടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നല്ലതാണ്, വളരെ നല്ല കാര്യമാണ് എന്ന് നമ്മളെ പറയുന്ന ആളുകളെക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കുറവുകളും കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന, വിമർശിക്കുന്ന ആളുകളെ ആയിരിക്കണം. വിമർശകരുടെ കൂടാരങ്ങൾ മുറ്റത്ത് നിരവധി ഉയർന്നു വരട്ടെ എന്നാണ് യേശു പറഞ്ഞത്. അതേപോലെ 1000 പുഷ്പങ്ങൾ വിരിയട്ടെ എന്നാണ് മാവോ പറഞ്ഞത്. പക്ഷെ അത് ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ടവർ തെറ്റിദ്ധരിപ്പിച്ചു, ഇങ്ങനെ പൂക്കൾ കൊണ്ട് നടക്കാന്നാണ്. 1000 പൂക്കൾ എന്ന് പറഞ്ഞത് 1000 വിമർശനങ്ങൾ ഉണ്ടാവാന്നാണ് മാവോ ചിന്തിച്ചത്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായി. അപ്പൊ കാലം അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഈ വാർത്തയും കാര്യങ്ങളും ഒക്കെ, ലോകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യത്തെ പത്രപ്രവർത്തകൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധനായ പത്രപ്രവർത്തകനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെയാണ് ഇപ്പോൾ വളരെ മോശക്കാരനായിട്ട് ചിന്തിക്കുന്നത്. ഭാഗവതം വായിച്ചിട്ടുള്ളവർക്ക് നാരദനായിരുന്നു ആദ്യത്തെ സത്യസന്ധനായ പത്രപ്രവർത്തകൻ. ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ആ വാർത്ത അതുപോലെ തന്നെ വെള്ളം ചേർക്കാതെ കണ്ട് അപ്പുറത്ത് വരും, അപ്പുറത്ത് എന്ന് പറയും. അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പുറത്ത് പറയും. അപ്പോൾ ഈ 2 വാർത്തകൾ വിരുദ്ധ ശക്തികളാണ് പറയുന്നതെങ്കിലും ആ വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അപ്പൊ പത്രപ്രവർത്തകൻ, പക്ഷെ ആ പത്രപ്രവർത്തകനായ നാരദനെ വെറും നാരദന്റെ പണിയാണ് എന്നാണ്. പക്ഷെ ഈ നാരദന്റെ പണി ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞാൽ സമൂഹം പുരോഗമിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു മറുപരമായ വശം. ആ വശത്തെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട്, ഞാൻ ഇന്നിപ്പോ ഈ കൂട്ടായ്മ, ഈ നേരത്തെ വിൽഫ്രഡ് പറഞ്ഞ പോലെ ഈ സാജു നമുക്കൊരു പേടി സ്വപ്നമാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യണ സമയത്ത് ഇങ്ങനെ ഒരു യോഗത്തിൽ വന്ന് ഇരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സഹായകരമാണ്. അങ്ങനെ ഒരു സഹായകരം അതാകട്ടെ എന്ന് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. എന്തായാലും പിന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പശു കിട്ടുന്നത് ക്ഷമിക്കണോട്ടോ. വിദ്യാഭ്യാസം അതായത് 10ാം ക്ലാസ്സിന് 2 ക്ലാസ് കുറവ്. നമ്മുടെ ഇവിടെ ഇങ്ങനെ അവസരങ്ങൾ നൽകുന്ന നമ്മുടെ സാജേട്ടനെ കുറിച്ച് ഒരു വാക്ക്. സാജേട്ടന്റെ ചുള്ളരിയിൽ നിന്നാണ് എന്റെ വിവാഹത്തിന് ഞാൻ സ്വർണ്ണം എടുത്തത്. 8ാം ദിവസം ആക്സിഡന്റ് പറ്റി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ എന്റെ പത്രപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ഒരു ജൂനിയർ സുഹൃത്ത്, അവൻ പരസ്യത്തിന്റെ കാശ് പിടിച്ച് ഊണ് കഴിച്ചുകൊണ്ട് എന്നെ ഒന്ന് പറ്റിച്ചു, പരസ്യം കൊടുത്തു. ഇല്ല, ഒരു നിർദ്ധന കുടുംബമാണ് അവരുടേത്. ഞാൻ വലിയ ധനവാനായിട്ടല്ല ഞാനത് എടുത്തു പറയുന്നത്. സാജേട്ടൻ ചോദിച്ചൊരു വാക്കുണ്ട്. ആ ഒരു മാസം കഴിഞ്ഞ് പിറ്റേ മാസം ആദ്യം തന്നെ ഞാൻ സ്വർണ്ണം എടുത്തത് എന്റെ ഇടയപ്പൻ ഇവിടെ റൂബിയ കട്ടി സെന്ററിൽ സ്റ്റാഫായിരുന്നു. റൂബിയ തോമസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം. ആ കാലത്ത് ഞാനും CLCയുടെ ബന്ധം ഉപയോഗിച്ച് CLC യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ ഞങ്ങളുടെ തിരുനാളിന് മൈക്രോൺസിന്റെ അതിന് പരസ്യം ചോദിച്ച് വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ പരിചയം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് കല്യാണാവശ്യത്തിന് സ്വർണ്ണം എടുക്കുന്ന കേസ്. ഞാൻ ഇടയപ്പനോട് അങ്ങോട്ട് പറയുന്നു, നമ്മുടെ രമി ചാക്കോന്ന് എടുക്കാനായിരുന്നു. അതിനകത്ത് സാധിച്ചു ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് അവർ വന്നെടുത്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ സ്വർണ്ണം അവിടെ വിൽക്കാൻ വന്നപ്പോ എന്നേരം വിഷമത്തിൽ എന്നോട് സംസാരിച്ച വ്യക്തിയാണ്. ഞാനത് 28 കൊല്ലത്തിന്റെ 1998 എന്റെ വിവാഹം. 27 കൊല്ലം കഴിഞ്ഞു. അപ്പൊ സാജേട്ടൻ പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ വിഷമത്തോടെ പറഞ്ഞു, വേറെ ഒന്നല്ല, പെട്ടെന്നൊരു ആവശ്യം. അപ്പോഴും ഞാൻ ഈ രഹസ്യം പറഞ്ഞില്ല. എന്നെ കിടന്നവരുടെ ഒരു യുവ പത്രപ്രവർത്തകൻ, ഞാൻ പേര് പറയുന്നില്ല, മനസ്സിലാവാറ്, വലിയ അഭ്യാസം കളിച്ച് നടക്കുന്നുണ്ട്, പറയുന്നില്ല. അവൻ അവിടുത്തെ ഒരു ഫാമിലിയുടെ അപ്പന്റെ അമ്മയുടെ ജന്മ പരസ്യം പിടിച്ചിട്ട് ഊണ് കഴിച്ചു. പരസ്യം വന്നിട്ട് തലേ ദിവസം ആളുകൾ പിറ്റേ അവനോട് ജീവിക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു ഫാമിലിയുടെയാണ്. അപ്പൊ ആ ഇടയ്ക്ക് ഞാൻ മനോരമയുടെ ഏജൻസി എടുത്തിട്ടുണ്ട്, അവനറിയാം. എന്റെ വീട്ടിൽ വന്നു, ബസ് കയറി വന്നു. അപ്പൊ ഞാൻ ആക്സിഡന്റ് പറ്റി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിരിക്കുക. ഭയങ്കര വിഷമത്തിലിരിക്കുക. കാരണം പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് 8ാം ദിവസം ആക്സിഡന്റ് പറ്റാ ആ ഒരു മാനസിക വിഷമം. പിന്നെ ആരോട് കടം ചോദിച്ച വിഷയമില്ല. ഞാൻ ചെയ്ത സേവനത്തിന് സാധ്യത ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നാലും അത് വേണ്ട ചേട്ടാന്ന് പറയുന്ന ഒരു മനോഭാവം എന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ചാരിറ്റി മൈൻഡാണ്. അപ്പോ ഇത് വേറൊരു നിവൃത്തി എന്റെ മുന്നിലില്ല. ഞാൻ വൈഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്കോലി വരെ പോവാം. ഞാൻ ഈ വിവരം പറഞ്ഞില്ല, ഇവരുടെ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പൊ അവർ വിചാരിച്ച പുതിയത് എന്തെങ്കിലും എടുക്കാനായിരിക്കും. ഞാൻ വളരെ ഡൈലൂട്ടായിട്ട് പറഞ്ഞു, ഒരു സംഭവം ഉണ്ട്, എനിക്ക് ഇപ്പൊ ചെക്ക് ബാങ്കിൽ വന്നിരിക്കണം,
കിടക്കുന്ന കത്തർശ്ശേരി ബാങ്കിന്റെ മാനേജർ ഉൾപ്പെടെ എന്റെ കല്യാണത്തിന് തലേ ദിവസം വന്ന് ഉച്ചഭക്ഷണം കഴിച്ച് പോയല്ല, വൈകിട്ട് വന്ന് സൗഹൃദം വന്നിച്ച് പോയവരാ. അവര് അന്നത്തെ കാലത്ത് ഇന്ന് കറണ്ട് ഡേറ്റിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ചെക്ക് മട്ടി, അന്ന് അങ്ങനെയല്ല, 2 ആഴ്ച പിടിച്ചു വയ്ക്കും. 1 ആഴ്ച കഴിഞ്ഞിട്ടും എന്റെ ചെക്കിന്റെ എമൗണ്ട് അവിടെ കാണുന്നില്ല. അദ്ദേഹം എന്നോടുള്ള താല്പര്യത്തിന് ലാസ്റ്റ് ടൈമിൽ അവിടുത്തെ അടിച്ചു വരുന്ന ചേച്ചിയുടെ എടുക്കത്തോളാം അവരെ പറഞ്ഞു, സാജു എനിക്ക് ചെക്ക് വന്നിരിപ്പുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഞാൻ നോക്കിയപ്പോൾ വേറൊരു മാർഗ്ഗമില്ല. ചെക്ക് മടങ്ങിയ മനോരമയുടെ ഏജൻസി എടുത്തിട്ട് 1 മാസമായിട്ടുള്ളൂ. ഞാൻ വമ്പന്മാര് എന്നെ ഏജൻസി ഇടിപ്പിക്കാതിരിക്കാൻ കുതന്ത്രങ്ങൾ പറയുന്ന സമയത്താണ് വേറൊരാളുടെ വില കൊടുത്ത് മേടിച്ച് ആ സാഹചര്യത്തിൽ ആ ഏജൻസി കട്ടാവാൻ അത് മതി. ഞാൻ എന്നിട്ട് വൈഫിനോട് ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ നിർത്തി ജസ്റ്റ് പറഞ്ഞു. അപ്പൊ അവര് വളർന്നു വന്ന സാഹചര്യവും വിഷമതയും അവർക്കും അറിയാലോ. അവളുടെ അമ്മ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടുകാർ, തൊട്ടടുത്തുള്ള ജംഗ്ഷൻ മാറിയിട്ട് ദിവസം കൂലിപ്പണിക്ക് പോയ 3 പെൺമക്കളെ വളർത്തിയത്, 3 മക്കളാണ്. അപ്പൊ ഞാൻ കണ്ടറിഞ്ഞ ആ വിവാഹത്തിന് ഒരു ആലോചന നോക്കി പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ നടത്തി. അതുകൊണ്ട് ഇളയ അവർക്ക് എന്നേക്കാളും നല്ല ബന്ധങ്ങൾ കിട്ടി. വേറെ ഒന്നല്ല, ഞാൻ അഹങ്കാരം പറയുന്നതോ അല്ലെങ്കിൽ വലിയ പുണ്യങ്ങളൊന്നും പറയുന്നില്ല. ആളായതുകൊണ്ട് എനിക്കത് ഊരി തന്നു. വേറൊരു ഇത്തിരി സാഹചര്യം, ഇത്തിരി ഉയർന്ന ഒരു പാർട്ടിയാണെങ്കിൽ അതോടെ തീർന്നു തന്നു. അവിടെ അമ്മ രാവിലെ വരും, വൈകുന്നേരം വീണ്ടും വരും. ഈ 6 വള കൈമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആലോചിക്കുകയും. അപ്പൊ 2 വളയെ കാണുള്ളൂ. അത് 2 വള വെക്കാൻ കൊണ്ടുവന്നപ്പോൾ ആ എമൗണ്ട് തികയണില്ല. അപ്പൊ വീണ്ടും 2 വള മേടിച്ചിട്ടാണ് തിരിച്ചത്. അങ്ങനെ ആ ചെക്ക് റിലീസ് ചെയ്ത് ഇന്നും എനിക്ക് ആ പൈസ കിട്ടും. ഇന്ന് ഇത് ഗ്രൂപ്പിന്റെ വലിയ വക്താവായിട്ട് നിൽക്കുക. എന്തുകൊട്ടെ ഞാൻ വിചാരിച്ചിട്ട് സാജേട്ടനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാണ്. സാജേട്ടൻ ജീവധാര ഫൗണ്ടേഷൻ ഒരു ബിസിനസ്സുകാരൻ അത് മകനെ ഏൽപ്പിച്ചിട്ട് സമൂഹത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. സമൂഹത്തിന്റെ ഇങ്ങനെ എപ്പോഴും കൈയ്യടി കിട്ടാൻ വേണ്ടിയല്ല, നിറഞ്ഞ മനസ്സോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന സപ്പോർട്ടൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. ഭാവിയിലും അത് ഉണ്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ അവസരങ്ങളൊക്കെ അദ്ദേഹം തരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ മാരത്തോണിനൊക്കെ നമ്മളാതാവുന്ന സപ്പോർട്ട് കൊടുത്തു. കലാമിന്റെ ലെവലിൽ ഒരു ഫുൾപേജ് സപ്ലിമെന്റ് ഓൾ കേരള ഇറങ്ങി, അത് PDF സോഷ്യൽ മീഡിയ വഴിയൊക്കെ നല്ല സപ്പോർട്ട് കൊടുത്തു. അത് ഇനിയും തുടരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാജുവിന് 2 വാക്ക് പറയാൻ അവസരം നൽകുന്നു. 2 വാക്ക് പറയാം. എല്ലാവർക്കും പരസ്പരം സംസാരിക്കാൻ വേണ്ടിയാണ് പ്രൊഫസർ, അതുപോലെ എല്ലാവരും പ്രിയപ്പെട്ട ലോകാധ്യക്ഷ സാറെ, വക്കീലെ, പ്രിയപ്പെട്ട വിൽഫ്രഡ്, എനിക്ക് എന്താ പറയണേ, വിൽഫ്രഡ് അത്യാവശ്യമുള്ളതും ഇല്ലാത്തതും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് മാത്രമല്ല, എന്റെ പ്രവർത്തന മേഖല ഒരു സാഹിത്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. പെണ്ണിനെ പോലെ മനോഹരമായ നാക്കൊന്നും എനിക്കില്ല. നമ്മുടെ മേഖല ആരോഗ്യ മേഖലയാണ്. അതിൽ എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ ഒരു സ്ഥായിയായ സ്വഭാവം. എന്താണ്, നമ്മളെക്കാൾ ആരും വലുതാവാനും പാടില്ല, വലുതായാലും നമ്മൾ അംഗീകരിക്കുകയില്ല ഒരു കാരണവശാലും. അത് എങ്ങനെയൊക്കെ പല വെക്കാവോ അതെല്ലാം ചെയ്യും. എന്നാൽ ഞാനത് ചെയ്യാൻ തയ്യാറുമല്ല. ആ ഒരു അവസ്ഥയ്ക്ക് വ്യത്യസ്തരായിട്ടാണ് നമ്മൾ സാജുവിനായി കാണുന്നത്. എന്റെ ഒരു അനുഭവം, എന്റെ ഒരു സ്വന്തം അവസ്ഥയ്ക്ക് ഞാൻ 40 വർഷക്കാലം വ്യാപാരം നടത്തിയാണ്. പക്ഷെ അന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് ഇന്നുണ്ട്. എനിക്കതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ 12 വർഷമായി, 13 വർഷമായി. എനിക്ക് ആകെ നിങ്ങളോട് പറയാനുള്ളത്, കിഡ്നി രോഗികളുടെയോ ക്യാൻസർ രോഗികളുടെയോ ഇപ്പോൾ അങ്ങനെ അവരുടെ സങ്കടമൊക്കെ മാത്രമേ പറയാൻ എനിക്കറിയുള്ളൂ. ഇന്നിപ്പോ നമ്മുടെ ഈ എല്ലാ സമസ്ത മേഖലകളിലും നമ്മൾ നേരിടുന്ന വിഷയങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കി നമ്മൾ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ കിടന്നൊരു ആംബുലൻസ് കണ്ടല്ലോ, അതൊരു ലാബാണ്. ആ ലാബും ഓരോ ഏരിയയിൽ പോയിട്ട് 100 മുതൽ 120 പേരുടെ വരെ ബ്ലഡും യൂറിനും എടുത്തേച്ച് ക്രിയാറ്റിനും പ്രോട്ടീനും ഷുഗറും പ്രഷറും ഹൈറ്റും വെയിറ്റും കൊളസ്ട്രോളും മൈക്രോ ആൽബമിനും കണ്ണ് ടെസ്റ്റ് ചെയ്യും, ബ്രെയിൻ ടെസ്റ്റ്, ഇത്രയും ടെസ്റ്റ് ചെയ്ത് വൈകുന്നേരം റിസൾട്ട് കൊടുക്കുന്നതാണ്. ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ത്രിവലത്തിന്റെ കൂടെ ഉള്ളപ്പോൾ മുതൽ ഈ പ്രോഗ്രാം ചെയ്യുന്നതാണ്. അപ്പോഴാണ് ആ റിസൾട്ട് കാണുമ്പോഴാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്. ഏതാണ്ട് 60% ആളുകൾ ഒന്നുകിൽ ഡയബറ്റിക് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഉള്ളവരാണ്. ഇത് എവിടെ ചെന്ന് എത്തുന്നു? ഇതെല്ലാമാണ് നമ്മൾ ചിലപ്പോൾ കേൾക്കില്ലേ. ഇത് അറിയാതെ ജീവിക്കുന്ന കുറെ പേരുണ്ട്. ഇത് നിന്നതിപ്പിൽ മരിച്ചുപോയി, ഇരുന്നിരിപ്പിൽ മരിച്ചുപോയതൊക്കെ പഴഞ്ഞു വീട് മരിച്ചുപോയി. അപ്പൊ ഞാനിപ്പോ നേരത്തെ മാരത്തണിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഇന്നലെ ഒരു ഉദ്യോഗസ്ഥരെ കാണാൻ പോയപ്പോഴാണ് അയാൾ പറയുമായിരുന്നു, നിങ്ങൾ മാരത്തൺ നടത്തുക, പക്ഷെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിച്ച് കയ്യിൽ വെക്കണം. അതെ,
10 കിലോമീറ്റർ 21 കിലോമീറ്റർ ഓടണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അകത്ത് പോകും കേട്ടോ എന്നാ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അപ്പൊ എത്രമാത്രം വ്യാപകമായിട്ടാണ് ഈ രോഗങ്ങൾ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള കുത്തിവയ്പ്പുകളെല്ലാം കൂടെ നമ്മുടെ ആരോഗ്യ വ്യവസ്ഥ എവിടെയാണ്. അതുകൂടാതെ അതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ ഭക്ഷണ രീതി എന്താണ്. ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ഹോട്ടലുകളും നമ്മളോ ബേക്കറികളും ഹോട്ടലുകളുമാണ് ഇന്ന് നാട്ടില് അങ്ങനെ വളർന്ന് വന്നിരിക്കുന്നത്. വേറെ ഒരു വ്യാപാരം അത്രയും വികസിക്കുന്നില്ല. എന്തുമാത്രം എന്താ നമ്മളിങ്ങനെ പറ്റിയ ഒരു 20 വർഷം മുമ്പുള്ള ഭക്ഷണ രീതിയാണ് ഇന്ന് നടക്കുന്നത്. പിള്ളേർക്കൊന്നും ചിക്കനില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതെല്ലാം നമ്മളെവിടെ കൊണ്ടുചെന്ന് അവസാനിപ്പിക്കും. ഓക്കെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഇതുപോലെ സാജുവേരായി ചെയ്തിരിക്കുന്നത് ഒരു ചിന്ത വരുന്നത്, നേരത്തെ സാജുവേരായി പറഞ്ഞത് ശരിയാണ്. വലിയ പ്രമുഖ പത്രക്കാരും ഇപ്പൊ ഞാനിപ്പോ അങ്ങനെ വലിയ പരസ്യത്തിനൊന്നും പോകുന്നില്ല. ഒരുപാട് പേര് ഈ ഒരു അവസ്ഥ കൊണ്ട് സാജുവേനായോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു മറുപടി ഇങ്ങനെ കുറെ പേര് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയാൽ ഞങ്ങൾ എല്ലാവരെയും പത്രക്കാരാക്കുന്നത് എന്താ എന്നുള്ള രീതിയിലൊക്കെയാണ് അവരെ. ഓക്കെ, അത് പിന്നീട് അതിന് കാലക്രമേണ അതൊക്കെ മാറിപ്പോഴുള്ളൂ. നമ്മൾ ഭംഗിയായിട്ട് പ്രവർത്തിക്കേണ്ടതെല്ലാം അതിനെടുക്കാൻ സാധിക്കും. സാജുവേനായി ആ ഒരു വലിയ മനസ്സുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ളവർ അംഗീകരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ അംഗീകരിക്കാനുള്ള മനസ്സുള്ളവൻ രക്ഷപ്പെടുന്നത് ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് നമുക്ക് വേണ്ടത്. അത് ഇനിയും അദ്ദേഹത്തിന് തുടരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ സമൂഹ തിന്മകൾക്കെതിരെ പോരാടാം. ഞാൻ എന്റെ മേഖലയിൽ, ഞാനും ബാക്കി ഓരോരുത്തരും ഓരോരുടെ മേഖലയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. രാജ്യവർമ്മ ചേട്ടൻ അദ്ദേഹത്തിന് തൃശ്ശൂർ എത്തേണ്ടതുകൊണ്ട് അദ്ദേഹത്തിന്റെ നാട് മണ്ണുത്തിയാണ്. 2 വാക്ക് പറഞ്ഞിട്ട് ഇനി ഓരോരുത്തരും വേദിയിൽ അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികള് പാടണമുണ്ടായിരുന്നു. പക്ഷേ സമയം അതിക്രമിച്ചിരിക്കുന്നത് പാടാൻ. പിന്നെ വേറൊന്നുമല്ല, അവിടെ കടയിൽ നമ്മൾ സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ കട അടക്കി വെച്ചത് വാങ്ങിക്കണം. അവരോട് പറഞ്ഞിട്ടാ വന്നത്. എന്തായാലും ഒരുപാട് വൈകാൻ പറ്റില്ല. അതാണ് പാടുന്നത് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും സാധനം എന്തായാലും 2 വാക്ക് പറഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ ഈ കൂട്ടായ്മ അവിടെ കൂടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സാജിനോട് പറയാറുണ്ട് ഇതുപോലെ കൂട്ടായ്മ കൂടി ഇനി കൂടണം. എന്റെ ഭാഗത്ത് വേണ്ട സപ്പോർട്ട് തരാം. പിന്നെ സാജു ഒറ്റയ്ക്കല്ല, അതുപോലെ മാഡം ഒറ്റയ്ക്കല്ല, നമ്മുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ സാജു ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങള് പിന്നെ അതിന് വേണ്ട സപ്പോർട്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ സാജുനോട് പറഞ്ഞു വേണ്ട ഈ പറഞ്ഞ പോലെ പത്രത്തിന് എന്തെങ്കിലുമൊക്കെ ന്യൂസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് സഹായിക്കാം. ഇപ്പൊ എന്റെ അടുത്ത് ആൾക്ക് ഓടിയെത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ സാജുവിന് ഈ പരിപാടി മുന്നോട്ട് പോകാൻ സർവേശ്വരൻ എല്ലാ കരുത്തും അതിനവരുടെ എല്ലാ ഇതും കൊടുക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പിന്നെ ഈ അങ്കമാലി ന്യൂസ് ക്ലബിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. എന്റെ സപ്പോർട്ട് എന്തും ഉണ്ടാവും. താങ്ക് യു. എല്ലാവരും പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ മെമ്പേഴ്സിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അജിത ജയ്ഷോർ മാഡം ഞങ്ങളുടെ പ്രസിഡന്റാണ്. പിന്നെ സുരേഷ് മുക്കിനൂർ സാറ് യൂട്യൂബറാണ്. അദ്ദേഹം ഞങ്ങളുടെ മെമ്പർഷിപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു. ബിജു നാണു ഇളവൂരുപ്പുടിയിലും ഭാഗത്താണ് വീട്. പ്രമുഖ യൂട്യൂബറും അങ്കമാലി സ്പന്ദനത്തിന്റെ ചാനലിന്റെ ഓണറുമാണ്. അതുപോലെ ജെയ്സൺ മഞ്ഞളി കറുകുറ്റി സ്വദേശിയാണ്. അദ്ദേഹം അങ്കമാലി റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ അങ്കമാലിക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പ്രമുഖ യൂട്യൂബറാണ്. കഴിഞ്ഞ ദിവസം വേളാങ്കണ്ണിയിലെ വരെ വീഡിയോ തിരുനാളായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആൾ കൊടുക്കും. അതുപോലെ ഇനിയിപ്പോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ലാസ്റ്റ് ഇരിക്കുന്ന ചങ്ങാതിന്റെ പേര് കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടെ ഷാജി. അദ്ദേഹം യൂട്യൂബ് രംഗത്തുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എന്ത് പരിപാടി അതെ അതെ 2ാം ക്ലാസ് തുടങ്ങിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന ആളാണ്. 1ാം തരം ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഫീസ് പാട്ട് പാടുകയും ചെയ്യും. അപ്പൊ ഞങ്ങളിപ്പോ പരിചയപ്പെട്ട് തന്ന പാട്ട് പാടിയപ്പോഴാണ്. ജസ്റ്റ് കൂടുതൽ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. പിന്നെ അനിൽ സാറിനെ ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹം 2 വാക്കുകൂടെ സംസാരിക്കും. അഗ്നിശമന സേന രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ എന്റെ മിസ്സാണ്, വൈഫാണ് ബാക്കിലിരിക്കുന്നത്. ആളും ചിലപ്പോൾ 2 വാക്ക് വേണമെങ്കിൽ പറയും. പേര് ലിജി സാജു. തോമസ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു.
രണ്ടുപേരോട് പറയട്ടെ, ഇതിനെയൊക്കെ സഹിക്കാൻ പാടാ. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ അജിത ജേശ്വർ, ന്യൂസ് ക്ലബിന്റെ സെക്രട്ടറി സാജു ഏനായി, എൻ്റെ സുഹൃത്ത് വിൽപ്രട്ട്, അഡ്വക്കേറ്റ് മനീഷ് കോയിക്കര, അധ്യാപകനും ഗായകനുമായ സുരേഷ് മൂക്കിന്നൂര്, ഞാൻ അറിയാതെ അനുകരിച്ചു പോകുന്ന ജീവൻധാര പ്രൊഡക്ഷന്റെ ചെയർമാൻ ഷാജു ചാക്കോ, ബഹുമാന്യരായ സുഹൃത്തുക്കളെ, വലിയ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. സ്വതവേ പ്രവർത്തനത്തിൽ മികവുണ്ടെങ്കിലും പ്രസംഗത്തിൽ വളരെ മോശമാണ്. 14 വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുവെങ്കിലും പ്രസംഗത്തിനൊരു പ്രസംഗകല ഇപ്പോഴും കിട്ടാത്ത ഒരാളാണ് ഞാൻ ഈ വിൽപ്രട്ടിന്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, ഞാൻ എത്രയോ വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നു. 3 പ്രാവശ്യം കൗൺസിലറായി, ചെയർമാനായി, വൈസ് ചെയർമാനായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലൊക്കെ ആയി. ഇതിനെ ആരാധിക്കാതെ ഇതേമായി ഒന്ന് പ്രസംഗിക്കാൻ എനിക്ക് എന്ത് കഴിയും? ആരാധകനായി മാറുകയാണ്. എന്തായാലും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഷാജു ചാക്കോയെ ഷാജു ഏനായിയെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം നേരത്തെ നമ്മുടെ ഷാജു ചാക്കോയെ വിൽഫ്രഡൊക്കെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ആളുകളെ അംഗീകരിക്കുക അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ നമ്മെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലുതാണ് എന്ന മനോഭാവത്തിൽ ജീവിക്കുന്നവരാണ് 100%. ഞാൻ ചെറുതാണെന്ന് ചിന്തിക്കാറില്ല. ഞാൻ അവനേക്കാളും വലുതാണ്. അവന്റെ നന്മ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവന്റെ നന്മ പറയാനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാറില്ല. അവന്റെ തിന്മയുണ്ടെങ്കിൽ അത് പറഞ്ഞ് അത് പെരപ്പുറത്ത് കയറി നിന്ന് പ്രഘോഷിക്കാൻ വലിയ ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ ഷാജുവിൽ കാണുന്ന ഒരു നന്മ, മറ്റുള്ളവന്റെ നന്മ അംഗീകരിക്കുന്നു, അവന്റെ കഴിവുകളെ അംഗീകരിക്കുന്നു, അവന്റെ കഴിവുകളെ ആദരിക്കുന്നു, അവനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതിനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന വളരെ അപൂർവം ആളുകൾക്കുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് ഞാൻ ഷാജുവിനെ കാണുന്നത്. ഷാജു ന്യൂസ് ക്ലബ് രംഗത്ത് വളരെ നേരത്തെയുള്ള ആളാണെങ്കിൽ ഇനി അങ്ങോട്ട് കൂടുതൽ വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സമൂഹത്തിന്റെ സ്പന്ദനം, അതായത് നന്മയുടെ ഉറവിടം കണ്ടെത്തി കൂടുതൽ ആളുകളെ ആദരിക്കാനും ബഹുമാനിക്കാനും അങ്ങനെ സമൂഹത്തിലേക്ക് ഒരു പാഠം, ഒരു ആദരവ്, ഒരു ബഹുമാനം കൊണ്ടുവരാനും കഴിയട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും ന്യൂസ് ക്ലബിന് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ, ഒരു ഗാനം ശ്രമിക്കാം. അതുപോലെ അനിൽ സാറ് 2 വാക്ക് സംസാരിക്കും. അനിൽ സാറിന് ക്ഷണിക്കും. ഞാനിവിടെ വന്നപ്പോ എല്ലാവർക്കും നോട്ടീസ് കൊടുക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് നോട്ടീസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എല്ലാവർക്കും തരാം. ഞങ്ങള് സീനിയർ സിറ്റിസൺ ഫോറം അങ്കമാലി നമ്മുടെ സെന്റ് ജോർജ് കോംപ്ലക്സിന്റെ 3ാമത്തെ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് കാര്യങ്ങൾ വാക്കുകൊണ്ടും അഡ്രസ് കൊണ്ടൊക്കെ ചെറുതാണെങ്കിലും ഹാളൊക്കെ 2000 സ്ക്വയർ ഫീറ്റും വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സീനിയർ സിറ്റിസന്റെയും വർഷത്തിലൊരിക്കലാണ് നമ്മുടെ സീനിയർ സിറ്റിസന്റെ വരുന്ന വയോജന ദിനം. ഈ വയോജന ദിനം ഞങ്ങൾ അത് എല്ലാ വർഷവും നന്നായി ആദരിക്കാറുണ്ട്. അപ്പോൾ ആ ദിവസം ഒക്ടോബർ 1, 5-ാം തീയതി, ഒക്ടോബർ 1 ബുധനാഴ്ച, അത് സീനിയർ സിറ്റിസൺ ആളുകൾ വെച്ച് വളരെ നല്ല രീതിയിൽ സീനിയർ സിറ്റിസൺ അംഗങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനമായി കണ്ടുകൊണ്ട് ആഘോഷമായി നടത്തുകയാണ്. നിങ്ങളെല്ലാവരെയും ആ ദിനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, ആ പരിപാടിയിലേക്ക് ക്ഷണിക്കാനാണ് വീണ്ടും എല്ലാവരും വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. പേര് അനിൽ മോഹൻ എന്നാണ്. ഫയർഫോഴ്സിലാണ് ജോലി ചെയ്യുന്നത്. ഔപചാരികത കൂടുതലില്ലാത്തവരല്ല. അധ്യക്ഷ അജിത ചേച്ചി, വേദിയിൽ എത്തിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രധാനമായിട്ട് പറയാനുള്ളത് അനീഷ്. ഞാൻ ശങ്കര കോളേജിൽ പഠിക്കുമ്പോൾ
എന്റെ സീനിയർ ആയിട്ടുണ്ടായിരുന്നതാണ്. സീനിയർ 2005-2006 നമ്മുടെ കോളേജിന്റെ ഭാഗമായിട്ട് അപ്പോഴും ഞാൻ ശങ്കര കോളേജിലാണ് പഠിച്ചത്. എന്റെ വീട് പുളിയിലത്താണ്. പൂജനെ അറിയുന്നതാണ് അത് സ്കൂളിന്റെ അടുത്താണ് എന്റെ വീട്. പിന്നെ ഇതിലൂടെ പരിചയമുള്ളത് അജിത ചേച്ചിനെ അറിയാം. അജിത ചേച്ചിയുടെ വീട്ടിലേ പോയിട്ടുണ്ട്. മക്കളുടെ എന്റെ ജൂനിയറായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞാൽ സഹിച്ചാനായിട്ടുള്ള ബന്ധമാണ്. അതായത് ഫയർഫോഴ്സിന്റെ വാർത്തകൾ നൽകിയും ഇതിന്റെ ഭാഗമായിട്ടും പിന്നെ ആദ്യത്തെ ആദരവിൽ മൂക്കന്നൂർ നടന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായിരുന്നു. ഈ വർഷത്തെ സംസ്ഥാന DGPയുടെ ഭാഗ്യ ഓഫ് ഓണർ പറഞ്ഞ പുരസ്കാരമുണ്ട്. അതേപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡിസ്ക് ആൻഡ് കമന്റേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഓഗസ്റ്റ് 15-ന് മെഡൽ പ്രഖ്യാപിച്ചു. അതിലുണ്ട്. അപ്പൊ ഈ നാള് ഞാൻ ജോലി എപ്പോഴും വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മികച്ചതാക്കി ചെയ്യാനായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ ജോലി ഏറ്റവും മികച്ചതായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. റെസ്ക്യൂ വർക്കാണ്, ജീവരക്ഷാ പ്രവർത്തനം. അപ്പോ അത് മികച്ചാക്കി ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഓരോ അംഗീകാരങ്ങളും നാട്ടിൽ നിന്ന് ആദരവ് കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഏറ്റവും വലിയ കാര്യമാണ്. അതിപ്പോ സജ്ജാട്ടൻ ആ ഒരു ആദരവ് സംഘടിച്ചപ്പോ നമ്മളെ പരിഗണിച്ചപ്പോ നമുക്ക് അദ്ദേഹത്തോട് സ്നേഹം വിളിച്ചാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും പരിഗണിക്കുന്ന ഒരു ബാധ്യത. നേരത്തെ ആരോ ബാധ്യതപ്പെട്ടവരാണെന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹത്തോട് നമുക്കൊരു കിടപ്പാടുണ്ട്. അപ്പോ ഈ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. വേറെ ഒന്നുമല്ല, ഒരു റെസ്ക്യൂവറെ സംബന്ധിച്ച് റെസ്ക്യൂ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. അതായത് മരണപ്പെട്ടു എന്ന് ഉറപ്പായ ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ 21-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഒരു സ്ത്രീ കിണറിൽ വീഴുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇൻഫോം ചെയ്തതിന് ശേഷം നാട്ടുകാർ പ്രാഥമികമായിട്ട് ചെയ്യാനുള്ള കയറി കൊടുത്തു, നിർത്തി. അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് പോയി ആള് പൊന്തി കിടന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഈ ആളുകളൊക്കെ കിണറിന്റെ ചുറ്റും നിന്ന് മാറി നിന്നു. ആള് മരിച്ചു, കരയുന്നു. ആ ഒരു ഫീലിലായിരുന്നു. പക്ഷെ ഞങ്ങൾക്കറിയാം ഒരാൾ മരണത്തിലേക്ക് എപ്പോ പോകും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഞാൻ ഫയർമാൻ എന്നുള്ള പോലെ തന്നെ സ്കൂബ ഡൈവർ കൂടിയാണ്. സ്കൂബ ഡൈവർ എന്ന് പറഞ്ഞാൽ ജലാശയ അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ കൂടി വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മുങ്ങിപ്പോയാൽ പോലും ഒരു സാധ്യത, ഒരു അത്ഭുതം പ്രവർത്തിച്ചേക്കാം എന്നുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ അത്ഭുതത്തിനായിട്ടായി പിന്നെ ഞങ്ങൾ പ്രവർത്തിക്കും. അത് ഞങ്ങൾ നെറ്റിട്ട് കൊടുത്തിട്ട് ആളെ കയറ്റുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അങ്ങനെയാണ് റെസ്ക്യൂ ചെയ്യുന്നത്. പക്ഷെ ഇത് കാര്യങ്ങൾ കൈവിട്ട് പോയി തോറും ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു ഞങ്ങളോട് ആള് പോയി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. പക്ഷെ ഞങ്ങള് ഒരു അരനിമിഷം പോലും വൈകില്ല. പിന്നെ പ്ലാൻ എ എന്നുള്ളത് മാറ്റിയിട്ട് പ്ലാൻ ബിയിലേക്ക്, അതായത് ഒരാളെ മുങ്ങിപ്പോയാലും രക്ഷയ്ക്കുള്ള സാധ്യത കണ്ടിട്ടുള്ളവർക്ക് അരനിമിഷം പോലും വൈകാതെ കിണറിൽ നമ്മൾ ഇറങ്ങുന്നു, നമ്മള് കയറ്റുന്നു. CPR എന്ന് പറഞ്ഞ പ്രക്രിയ, അതായത് ബയോളജിക്കൽ ഡെത്ത് സംഭവിച്ചാൽ, അതായത് കാർഡിയക് അറസ്റ്റ് സംഭവിച്ചാൽ, അതായത് ശ്വാസം ഇല്ലാതിരിക്കുന്ന അവസ്ഥ, പൾസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ആളെ റിക്കവർ ചെയ്ത് CPR നൽകി ആളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ആൾ ഇന്നലെ ഡിസ്ചാർജ് ആയി ആളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു ഏറ്റവും സന്തോഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റ് അവാർഡുകൾ ഒക്കെ സെക്കൻഡറി വരുള്ളൂ. ഇത് നമ്മൾക്ക് ഇപ്പോൾ ആൾക്ക് ഉള്ള പരിക്ക് എന്ന് പറഞ്ഞാൽ CPR നൽകിയതിലൂടെ അവരുടെ ഏറ്റവും പരിക്ക് മാറാൻ കുറച്ച് സമയമെടുക്കും. എന്നാലും ജീവൻ തിരിച്ചു കിട്ടി ആ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു. ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ. ഞാൻ എന്റെ ജോലിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊരു മികച്ച പ്രാസംഗികനല്ല, ജോലിയെ മികച്ചതാകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഈ മൈക്ക് എനിക്ക് എപ്പോഴും പേടിയുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഞങ്ങൾക്ക് ഈ ക്ലബ് ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ട് ഈ സെപ്റ്റംബർ 29 കാറ്റ് ഡേ ആണ്. അതുമായി ബന്ധപ്പെട്ട് ക്ലബ് ഗവൺമെന്റിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. കാറ്റ് ഡേയുമായി ബന്ധപ്പെട്ടവർക്ക് എയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിൽ ഇന്ന് തൃശ്ശൂർ ക്ലബ് ഗവൺമെന്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എന്നെ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഈ CPR ഹാറ്റുമായി റിലേറ്റഡ് ആണല്ലോ. കാറ്റ് ഡേയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിലവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് പോയപ്പോഴാണല്ലോ എനിക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യേണ്ടി വന്നതും വളരെ രക്ഷപ്പെടുത്തേണ്ടി വന്നു. അപ്പൊ ഞാൻ ഇന്ന് അവരോട് പറഞ്ഞത്, ഞാൻ പുള്ളി വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് ചാടാം, പക്ഷെ എന്നോട് മൈക്ക് പിടിക്കാൻ പറയുമ്പോഴുള്ള ഒരു പേടി എനിക്കുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞതേ ഉള്ളൂ. കാര്യം പൊതുരംഗത്തേക്ക് ഉണ്ടായിരുന്ന ആളാണ്, പക്ഷെ
ഞാൻ സംസാരിക്കുന്നതിൽ ഞാൻ അന്ന് ആക്ട് ചെയ്യായിരുന്നു. ഞാനിപ്പോ പറഞ്ഞതൊന്നും വേറെ ഭാവനയിൽ നിന്ന് പറഞ്ഞല്ല, ഭാവനയിൽ നിന്ന് പറഞ്ഞല്ല, ഒക്കെ ഉള്ള കാര്യം. ഞാന് നേരത്തെ ഒരു ആരാധനയുടെ കാര്യം പറഞ്ഞു, ആള് സംസാരിക്കട്ടെ, എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, ഇത് ഇങ്ങനെ സംസാരിക്കുന്നു എങ്ങനെയാണുള്ളത്. അപ്പൊ ഞാനിത് തന്നെയാണ്. ഞാനിപ്പോ സൈജാനായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ട്. ഇവിടെ ഞാൻ 5 വർഷം ഉണ്ടായിരുന്നു. ഇപ്പൊ ചാലക്കുടിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാവിധ ആശംസകളും നേരാണ് ന്യൂസ് ക്ലബിന്റെ പരിപാടിക്ക് കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറയുന്നു. നമ്മുടെ കാര്യപരിപാടി നന്ദിയാണ്. ഷാജി കൃഷ്ണൻ ഞങ്ങളുടെ പുതിയ മെമ്പറാണ്. അദ്ദേഹത്തെ നന്ദി പറയുന്നതിന് ക്ഷണിക്കുന്നു. പാട്ട് പാടാൻ വെച്ചിട്ടുള്ള അവസരത്തില് അത് നല്ല 4 വരി മൂടിയാ മതി. ഏത് പാട്ട് പാടുന്ന കൺഫ്യൂഷനാണ്. അറിയാവുന്ന പാട്ട് ഹിന്ദി പാടാൻ ജസ്റ്റ് ഒരു പിന്നെ ഓക്കെ. कहीं दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए, चुपके से आए. कहीं दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए, चुपके से आए. मेरे ख्यालों के आंगन में कोई सपनों के दीप जलाए, दीप जलाए. कहीं दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए, चुपके से आए. പാട്ട് അത്ര ആയിട്ട് പാടിയില്ല, ജസ്റ്റ് പാടിക്കുള്ളൂ. അപ്പൊ ഞാൻ അതിവിടെ പരിചയപ്പെടുത്താം. അതിക്ക് മുമ്പ് ഞാൻ ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളത് പറയാം. ഞാൻ എവിടെ എത്താൻ കാരണം വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം അറിയിക്കുന്ന എസ്തപ്പാന്റെ പാട്ടുവീട്ടിൽ നിന്നാണ്. 1 മാസമേ ഉള്ളൂ. ഇതിന്റെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് എത്തിയത്. വിപണിയിൽ നടന്ന അതിനകത്തില് അങ്ങനെ എത്തിയതാണ്. അപ്പോ അങ്ങനെ എത്തിയപ്പോൾ ഇവിടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാരണം പഠിച്ചിറങ്ങിയ കാലത്ത് 93-94 കാലഘട്ടത്തില് ഞാൻ പഠിച്ചിറങ്ങിയ ആ സമയത്ത് CSE കുറച്ചൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് 95 ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നു. ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തിയത് ഞാൻ ഇവിടെ പ്രമുഖ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ഏജൻ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെയാണ് തുടക്കം കുറിച്ചത്. അങ്ങനെ ആ സമയത്ത് പാകിസ്ഥാന്റെ സ്റ്റുഡിയോ ആയിരുന്നു. അതെ. അപ്പോ ആ സമയത്ത് പ്രസ് ക്ലബ്ബൊക്കെ ഉണ്ട്. അവിടെയാണ് പത്രത്തിന്റെ ഒരുപാട് പ്രിന്റ് അടിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പ്രസ് ക്ലബ്ബിലേക്ക് ഫോട്ടോസ് എത്തിക്കാനൊക്കെ ഞാനുണ്ടായിരുന്നു. ആ സമയത്താണ് ദീപികയിലെ നമ്മുടെ പിന്നെ ദീപ തോമസേട്ടൻ അങ്ങനെയുള്ള പരിചയം. അങ്ങനെ ഇവിടെ എത്തി വളരെ എക്സൈറ്റ്മെന്റ്. എനിക്കറിയില്ലായിരുന്നു അങ്ങനെ സംഭവം. അങ്ങനെ ന്യൂസ് ക്ലബ്ബ് തുടങ്ങിയിരിക്കുന്ന കാര്യം അറിയണത്. അപ്പൊ ഞാൻ സാറിനോട് പറയുകയും ചെയ്തു, ഇങ്ങനെ സംഭവം ഉണ്ട്, നേരത്തെ അങ്ങനെ പരിചയമുണ്ട്. അങ്ങനെയാണ് എന്റെ ചെറിയൊരു അനുഭവം. അപ്പൊ ഈ തോന്നി. അപ്പൊ ഇങ്ങനെ എനിക്കിങ്ങനെ അന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു പേപ്പറുകളൊക്കെ. പിന്നെ പഠിച്ച് പിന്നെ ഫോട്ടോഗ്രാഫിയിലായി. ചെറിയ ആർട്ടിസ്റ്റാണ്, വരയ്ക്കും, അതുപോലെ പിന്നെ പാടും, ചെറുതായിട്ട് എഴുതും, വായിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളായിരുന്നത്. പിന്നെ ഒരു 2012 ഞാൻ നോർത്തിലേക്ക് പോയി. നോർത്തിലെ UP-യിലായിരുന്നു. അങ്ങനെ കുറച്ച് ഭാഗങ്ങള് മധ്യപ്രദേശിൽ അങ്ങനെ കുറച്ച് കറങ്ങി അധ്യാപനമായിരുന്നു, ആർട്ടായിട്ട് ചെയ്തായിരുന്നു.
അപ്പൊ ഇപ്പൊ 2 വർഷമായിട്ട് 3 വർഷമായിട്ട് നാട്ടിലുണ്ട്. ഇപ്പോ ഇവിടെ ചെറിയ ഷോർട്ട് ഫിലിം, പിന്നെ കുറച്ച് പടം, മറ്റേ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് നടക്കുന്നു. കുറച്ചുകൂടി 2 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, സബ്ജക്ട് പഠിപ്പിക്കുന്നുണ്ട്, ആർട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് വളരെ സന്തോഷം എനിക്കിവിടെ എത്താൻ കഴിഞ്ഞതില്, ഇവിടെ അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതില്, ഇതൊരു അവസരം കിട്ടിയതില് സാജോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു അവസരം കിട്ടിയെങ്കിൽ നന്ദി പറയാനാണ്. അതുപോലെ തന്നെ അധ്യക്ഷ അജിത അക്ഷയ് മേഡം, പിന്നെ മറ്റു വേദിയിലിരിക്കുന്ന മറ്റുള്ളവർക്കും കൂടി വളരെ നന്ദി അർപ്പിക്കുന്നു, നന്ദി പറയുന്നു എല്ലാവരോടും. താങ്ക് യു.